من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രോഗ്രാമിൻ്റെ സംഘാടകരായ സഹപ്രവർത്തകരെ, പടച്ചറബിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ ഒരു ഭവനം ഏറെ പുണ്യകരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദീനിനെ ചർച്ച ചെയ്യാനും നമ്മുടെ എല്ലാവരുടെയും ഈമാനിനെയും ജീവിത കാഴ്ചപ്പാടിനെയും ഉയർത്തി വളർത്തിയെടുക്കുവാനും ഇത്തരമൊരു പ്രോഗ്രാം ഈ ഭവനത്തിന് മുന്നിൽ മുറ്റത്ത് നടക്കുന്നു എന്നത് സൗഭാഗ്യമാണ്. അല്ലാഹു ഇതിൻ്റെ എല്ലാ ഖൈറും ബർക്കത്തും നമുക്കും പ്രത്യേകിച്ചും ഈ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം ദീനി മജ്ലിസിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം വളരെ വലുതാണ്. ഒരുപാട് പേർ ആഗ്രഹിച്ചുവെങ്കിലും അവർ ഖബറിലാണ്. അല്ലാഹു എല്ലാവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. മറ്റു പലരും മാരകമായ രോഗത്തിലാണ്. നമ്മുടെ കൂട്ടിലും കുടുംബത്തിലും പരിചയത്തിലും ഒക്കെയുള്ള നിരവധി ആളുകൾ. അല്ലാഹു എല്ലാവർക്കും ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ക്ഷണം ലഭിച്ചിട്ടും ഇവിടെ എത്തിപ്പെടാൻ ആഗ്രഹിച്ചിട്ടും പല കാരണങ്ങൾ കൊണ്ട്, ന്യായമായ കാരണങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാതെ പോയവരുണ്ട്. അല്ലാഹു അവർക്കിതിൻ്റെ അജ്ർ നൽകുമാറാവട്ടെ. എന്നാൽ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ദീനിയായ സദസ്സുകളിലേക്ക് എത്തിപ്പെടാൻ മനസ്സ് പാകപ്പെടാത്ത, മറ്റു ഭൗതിക തിരക്കുകളുടെ പേരിൽ ഇത്തരം മജ്ലിസുകൾ ബോധപൂർവമായി നഷ്ടപ്പെടുത്തി കളയുന്ന നിരവധി ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും ഹൃദയ വിശാലതയും ഈമാനും തഖ്വയും സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചതിന്റെ ഭാഗമാണ് നമ്മൾ ദീനിന്റെ ചാരത്ത് ജീവിക്കുന്നു എന്നത്. ഈ ദീന് അല്ലാഹു നമ്മെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ വേണ്ടി ഇറക്കിയതല്ല. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് തോഹയുടെ തുടക്കം കേവലാക്ഷരത്തിലാണ്. തോഹ എന്തതിൻ്റെ അർത്ഥം? അത് അല്ലാഹുക്ക് മാത്രമേ അതിൻ്റെ അർത്ഥം അറിയുള്ളൂ. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. അടുത്ത ആയത്തിന്റെ അർത്ഥം വളരെ അർത്ഥഗർഭമാണ്. ഈ ഖുർആനിനെ താങ്കൾക്ക് നാം ഇറക്കിയത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. ദീനിന്റെ ഓരോ കൽപ്പനയും നമുക്ക് അനുഗ്രഹമാണ്. ദീനിന്റെ ഓരോ വിലക്കുകളും നമുക്ക് അനുഗ്രഹമാണ്. അങ്ങേയറ്റത്തെ ഇൽമും ഹിക്മത്തുമുള്ള പടച്ച റബ്ബിനറിയാം നമുക്ക് എന്താണ് നല്ലത് എന്നും നമുക്ക് എന്താണ് അപകടമെന്നും. നമുക്ക് മസ്ലഹത്തുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു നമുക്ക് അനുവദിച്ച് നൽകുന്നതിലൂടെ ഈ ദീന് കൊണ്ട് പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് മഫ്സദത്തായിട്ടുള്ള, ഫസാദായിട്ടുള്ള, ഫിത്നയായിട്ടുള്ള, കുഴപ്പങ്ങളായിട്ടുള്ള മുഴുവൻ തിന്മകളും വിലക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുകയും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും ഉറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അല്ലാഹു നമ്മളോട് കാരുണ്യം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തു ഹജ്ജിന്റെ അവസാനം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. റുകൂഇലും സുജൂദിലും നിങ്ങൾ മുഴുകണം, നിങ്ങൾ ഇബാദത്തിൽ കഴിഞ്ഞുകൂടണം, അതല്ലാത്ത നന്മകളും നിങ്ങൾ വർദ്ധിപ്പിക്കണം, നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിച്ചേക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത്
വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹുവ ഇജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹീം. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടണം. എന്താണ് ജിഹാദിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ? ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാകുന്ന സ്വർഗം നേടാൻ നമ്മുടെ മറ്റു പല കാര്യങ്ങളും മാറ്റിവെച്ച് കഠിന പരിശ്രമം നടത്തുക എന്നതാണ് ജിഹാദിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ. വെറും യുദ്ധം മാത്രമല്ല, മനസ്സിനോടുള്ള ജിഹാദ്, പിശാചിനോടുള്ള ജിഹാദ്, സാഹചര്യങ്ങളോടുള്ള ജിഹാദ്, സമ്മർദ്ദങ്ങളോടുള്ള ജിഹാദ്, ദേഹേച്ഛയോടുള്ള ജിഹാദ്, അങ്ങനെ തുടങ്ങി ജീവിക്കുന്ന സാഹചര്യങ്ങളോടും ചുറ്റുപാടുകളോടുമുള്ള ജിഹാദ്, തിന്മകൾക്കെതിരെയുള്ള ജിഹാദ്. പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കഠിന പരിശ്രമത്തിൽ ഏർപ്പെടണമെന്ന് അള്ളാഹു പറയാൻ. അത് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളോട് പറയണ എന്താ അറിയോ? വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിനെ നിങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ടുള്ളതാക്കിയിട്ടില്ല. മില്ലത അബീകും ഇബ്രാഹീം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പാലിച്ചുകൊണ്ട്, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ദീനിനെ പാലിച്ചു പോകണം. ഇത് നിങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള കൽപ്പനയാണ് ദീനിയായ കൽപ്പനകൾ. ദീന് നമുക്ക് ബുദ്ധിമുട്ടല്ല സുഹൃത്തുക്കളെ, നമുക്ക് എളുപ്പമാണ്, നമുക്ക് അനുഗ്രഹമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്തായിട്ടല്ലാതെ? ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ. അള്ളാഹുവിന്റെ ശരീഅത്ത് നമുക്ക് റഹ്മത്താണ്, നമുക്ക് റഹ്മത്താണ്. ആ ശരീഅത്ത് പാലിക്കുന്നവന് റഹ്മത്താണ്. അത് നടപ്പിലാക്കുന്ന കുടുംബത്തിൽ റഹ്മത്തുണ്ടാകും, അതുള്ള നാട്ടിൽ റഹ്മത്തും ഖൈറും ബർക്കത്തും ഉണ്ടാകും. മൊത്തത്തിൽ ജനങ്ങൾക്ക് ഉടനീളം റഹ്മത്താണ് ഈ ദീന്. അതുകൊണ്ട് ദീന് പാലിച്ചിട്ട് എനിക്കിങ്ങനെ പ്രശ്നം സംഭവിച്ചു എന്ന് ആരും പറയില്ല. നിസ്കരിക്കേണ്ടിയിരുന്നില്ല, നോമ്പൊൽക്കേണ്ടിയിരുന്നില്ല, അന്ന് ഹജ്ജിന് പോയതാ പ്രശ്നമായതെന്നൊന്നും ആരും പറയില്ല. എന്നാൽ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ ഓർത്ത് ആളുകൾ വിഷമിക്കും, വേദനിക്കും, നീറ്റലുണ്ടാകും, അതിന്റെ പരിക്കുകൾ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ നന്മകൾക്ക്, സുഹൃത്തുക്കളെ, ദീനിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങളില്ല, മറിച്ച് ഖൈറും ബർക്കത്തുമാണ്. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൽ നഹ്ലിന്റെ 97-ാമത്തെ ആയത്തിൽ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആരെങ്കിലും ഈമാനോടുകൂടെ സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് ഞാൻ തൊയ്യിബായ ജീവിതം നൽകും. എന്താ തൊയ്യിബായ ജീവിതം എന്ന് പറഞ്ഞാല്? ദുനിയാവിലും ഖബറിലും പരലോകത്തൊക്കെ പടച്ചോൻ നമുക്ക് നല്ലൊരു ഖൈറും ബർക്കത്തുള്ള ജീവിതം തരുന്നാണ് അതിന്റെ അർത്ഥമായിട്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ ദീന് സുഹൃത്തുക്കൾ നമുക്ക് ഖൈറാണ്, അള്ളാന്റെ റഹ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു നബിയെ ഇറക്കുന്നതിലൂടെ നിങ്ങളോട് റഹ്മത്ത് കാണിച്ചിരിക്കുന്നു. ശരിയായ അഖീദ, ശരിയായ മൻഹജ്, സാക്ഷാൽ ആരാധ്യനായ പടച്ച റബ്ബിനെ ആരാധിക്കാൻ, അല്ലെ, അന്തിമ ദൂതനായ മുഹമ്മദ് നബിയെ പിൻപറ്റാൻ, യാതൊരു കളങ്കവുമില്ലാത്ത വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാകാൻ, അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അത് പടച്ചോൻ നമുക്ക് ഏറ്റവും വലിയ നിഅമത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ ഞങ്ങൾ നീ നടത്തണേ പടച്ചോനെ. ഏതാണ് ആ നേരായ വഴി? അത് അള്ളാഹു കാണിച്ച വഴിയാണ്, പ്രവാചകന്മാർ ജീവിച്ച വഴിയാണ്, സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും നടന്ന വഴിയാണ്. അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ വഴി. അതേതാ വഴി? ഇസ്ലാമിന്റെ വഴി, ഖുർആന്റെ വഴി. അപ്പൊ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നിങ്ങള് നമ്മളെ വീടോ, നമ്മളെ ജോലിയോ, ബിസിനസ്സോ, കാറോ, മക്കളോ, അനുഗ്രഹമോ, സ്വാതന്ത്ര്യമോ, ഇതൊന്നും അല്ല. യുദ്ധഭൂമികയെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വിശക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഭക്ഷണമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. രോഗികളെ കാണുമ്പോൾ നമുക്ക് തോന്നും ആരോഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. 17 തവണ നിർബന്ധപൂർവം പടച്ച റബ്ബിനോട് നമ്മൾ തേടുന്ന ഒരു ഹിദായത്തുണ്ട്. ആ ഹിദായത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത്.
ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, നബിയെ പറയുക അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് ഇതാ നിങ്ങൾക്ക് ഈ ദീന് വന്നെത്തിയിരിക്കുന്നു, റസൂലുള്ളാഹി വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിലൂടെ ഈ ദീനിനെ പടച്ചോൻ തന്നു, ഈ മതത്തെ തന്നു. അതുകൊണ്ട് ആ മതം ആചരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷഗുണഹിതരായി ജീവിക്കണം. ബുദ്ധിമുട്ടണം എന്നല്ല, കഷ്ടപ്പെടണം എന്നല്ല, നിങ്ങൾ നല്ലോണം എടങ്ങേറാവണം എന്നല്ല. പിന്നെന്താണോ? ഈ ദീന് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. 23 കൊല്ലത്തെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓതിയ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു ഇതാ ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, നിങ്ങളുടെ മതത്തെ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്കിതാ ഈ നിഅമത്തിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. മതം നിഅമത്താണെന്ന് ഖുർആൻ പറഞ്ഞു. ഇസ്ലാം നിഅമത്താണ്. ഇതെന്തൊരു മതം, എന്തിനിങ്ങനെ കൽപ്പന, എന്തിനിങ്ങനെ വസ്ത്രധാരണം, എന്തിനിങ്ങനെ എന്നാലും ചിന്തിക്കണ്ട. ഇതെന്താണ്? വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. എന്റെ നിഅമത്ത് ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. അപ്പൊ ദീന് സുഹൃത്തുക്കളെ അനുഗ്രഹമാണ്. നമ്മുടെ ഏതൊരു സംഗതിയും നീങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം. നീങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അതുള്ളതിന്റെ അനുഗ്രഹം മനസ്സിലാകുക. സാധാരണ നമ്മൾ പറയുന്നത് കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയുള്ളൂ. ഇതുപോലെ ദീനില്ലാത്തവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അവരുടെ വല്ലാത്തൊരവസ്ഥയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ ദീന് എത്രത്തോളം അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. ആ ദീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്താ ഗുണം? ദുനിയാവിലെ ഗുണമുണ്ട്, ഖബറിലെ ഗുണമുണ്ട്, പരലോകത്തിന്റെ ഗുണമുണ്ട്. ദുനിയാവിൽ സുഹൃത്തുക്കളെ കിസ്റക്കും കൈസറിനും എന്താ ഇല്ലാതെ പോയത്? ഫിർഔനിനും ഖാറൂനിനും എന്താ ഇല്ലാതെ പോയത്? അബൂജഹലിനും ഉത്ബത്തിനും ഷൈബത്തിനും എന്താ ഇല്ലാതെ പോയത്? അവർക്ക് അധികാരം ഉണ്ടായിരുന്നല്ലോ, സമ്പത്തുണ്ടായിരുന്നല്ലോ, സ്വാധീനം ഉണ്ടായിരുന്നല്ലോ. ഖാറൂനിന്റെ കയ്യിലുള്ള കാശ് എത്രയായിരുന്നു? അയാളുടെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം വഹിക്കാൻ ഒട്ടകങ്ങൾ ആവശ്യമായിരുന്നു പറഞ്ഞാൽ ആ ഖജനാവിലെ സമ്പത്ത് എത്ര ഉണ്ടാവും? പക്ഷേ ഖാറൂനിന് എന്ത് നഷ്ടപ്പെട്ടു? ഫിർഔനിന് എന്ത് നഷ്ടപ്പെട്ടു? അബൂജഹലിന് എന്ത് നഷ്ടപ്പെട്ടു? അബൂ ലഹബിന് എന്ത് നഷ്ടപ്പെട്ടു? ദീൻ നഷ്ടപ്പെട്ടു. കിസ്റയും കൈസറും അടക്കി ഭരിച്ച റോമും പേർഷ്യയും അടക്കി ഭരിച്ച രാജാക്കന്മാർക്ക് എന്ത് നഷ്ടപ്പെട്ടു? അവർക്ക് ദീൻ നഷ്ടപ്പെട്ടു. ഈ ദീന് അത് സുഹൃത്തുക്കളെ നമ്മുടെ ദുനിയാവിലെ വിജയത്തിന് ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാരാണോ അവർക്ക് അള്ളാഹുവിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അവരുടെ പ്രശ്നത്തിനൊക്കെ ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് മഹത്തായ പ്രതിഫലം കൊടുക്കും. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക, ദീന് പാലിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ വിചാരിക്കാത്ത വഴിയിലൂടെ പടച്ചറബ് റിസ്ക് നൽകും. മനസ്സിനുള്ള റിസ്ക് ഇൽമും ഈമാനുമാണ്. അത് പടച്ചോൻ കൊടുക്കുന്നത് മുത്തക്കികൾക്കാണ്. പടച്ചോൻ പരലോകത്ത് വിജയം കൊടുക്കുന്നത് മുത്തക്കികൾക്കാണ്. ദുനിയാവിൽ ഖൈറും ബറക്കത്തും റബ്ബിന്റെ സംരക്ഷണവും നൽകുന്നത് മുത്തക്കികൾക്കാണ്. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ ഗ്രാമവാസികളെ കുറിച്ച് ഖുർആൻ പറയുന്നു,
വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ അവര് ശിർക്കിലായിരുന്നു. രണ്ട് അള്ളണ്ടെന്ന് വാദിച്ചിട്ടില്ല, രണ്ട് പടച്ചോണ്ട് വാദിച്ചിട്ടില്ല. പിന്നെന്താ അവർ വാദിച്ചത്? അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ കുറെ ഇടയാളന്മാരുണ്ട്, അവരോടും ചോദിക്കാം അള്ളാഹിനോടും ചോദിക്കാം. അതാണ് അവർക്ക് പറ്റിയ ഒന്നാമത്തെ പ്രശ്നം. ഈമാൻ കളങ്കപ്പെട്ടു പോയി. രണ്ടാമത്തത് പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിക്കാതെ തഖ്വയില്ലാത്തവരായി. അതുകൊണ്ട് പടച്ചറബിന്റെ അദാബിറങ്ങി. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഞാൻ അവർക്ക് ബറക്കത്ത് ഇറക്കി കൊടുക്കുമായിരുന്നു. എങ്ങനെ ചെയ്താൽ? ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ. വിജയത്തിന്റെ അടയാളമാണത്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയം വരിച്ചവർ. ആര്? ഈമാനുള്ളവർ, മുത്തഖികൾ. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് ഹുദയാണ് ഖുർആൻ. അവരാരാണ്? അല്ലദീന യുഅ്മിനൂന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, അന്ത്യദിനത്തിൽ വിശ്വസിച്ചവരാണ്, പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട മതത്തിൽ വിശ്വസിച്ചവരാണ്. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാകുന്നു അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയം വരിച്ചവർ. ആര്? ഈമാനും തഖ്വയുമുള്ളവർ. ഖുർആന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. അൽ ബഖറ അല്ലേ? അൽ ബഖറിന്റെ ഫസ്റ്റ് പേജിൽ ആ കുഞ്ഞി കല്ലില്ലേ, അതിലെ ആയത്ത് സൗഭാഗ്യത്തിന്റെ വിജയത്തിന്റെ രഹസ്യം പറയാണ്. എന്ത്? ഈമാനും തഖ്വയും ഉണ്ടോ അവർക്ക് ഹിദായത്തുണ്ട്, അവർക്ക് വിജയമുണ്ട്. ഒരായത്തിലൊന്നല്ല സുഹൃത്തുക്കളെ, ധാരാളം ആയത്തുകളിൽ അള്ളാഹു ഒരു ജനതയെ നശിപ്പിച്ചു. എന്തേ കാരണം? അവരുടെ പാപങ്ങൾ കൊണ്ട് ഞാൻ അവരെ പിടികൂടി. അവരിൽ ചില ആളുകൾക്ക് കൊടുങ്കാറ്റ് നൽകി, ചില ആളുകൾക്ക് ഭൂകമ്പങ്ങൾ നൽകി, ചില ആളുകൾക്ക് വലിയ പ്രളയങ്ങൾ നൽകി, ചില ആളുകളെ നാം രൂപം മാറ്റി, ചില ആളുകളെ നാം കീഴ്മേൽ മറിച്ചു, ചില ആളുകൾക്ക് നേരെ നാം ചരൽ കല്ലുകൾ കൊണ്ട് മഴ പെയ്യിച്ചു. വ്യത്യസ്ത വിധേന നാം അവരെ പിടികൂടി. എന്തിനാണ്? അവരുടെ പാപങ്ങൾ കാരണത്താൽ നാം അവരെ പിടികൂടി. അള്ളാന്റെ അദാബ് ബാധിച്ച കുറെ ടീമില്ലേ അല്ലേ? എത്ര എത്ര ആയത്തുകളെ ഖുർആനിൽ എത്ര ജനതയെ നാം നശിപ്പിച്ചിട്ടുണ്ട്, എത്ര ജനതയെ നാം തുടച്ചു നീക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ എന്തിന്റെ കുറവായിരുന്നു? സമ്പത്തിന്റെ കുറവാണോ? ആരോഗ്യത്തിന്റെ കുറവാണോ? നമ്മളെക്കാൾ പവർ ഉണ്ടായിരുന്നു അല്ലേ? ആദം സമൂഹമൊക്കെ ഉണ്ടാക്കിയ ഭവനങ്ങളൊക്കെ കണ്ടാല് അല്ലേ? പാറകൾ വെട്ടിത്തുരന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ച് നിർഭയരായി കഴിച്ചുകൂട്ടിയ ആൾക്കാരാണ് അവര്. ഇന്നും ലോകാത്ഭുതങ്ങളിൽ എതിരില്ലാതെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സാധനമാണ് പിരമിഡ്സ് അല്ലേ? ക്രെയിൻ ഇല്ലാത്ത കാലത്ത്, JCB ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് അല്ലെ 1500 2500 ഭാരമുള്ള ഈ കല്ലുകൾ അടുക്കടുക്കായി വെച്ചത് പോലെ പവറാണ് ഒക്കെ ഉണ്ടായിനിവർക്ക്. പക്ഷേ അള്ളാഹുവിനെ പിടിച്ചു, അള്ളാഹുവിനെ പിടിച്ചു. فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. അവർ പ്രവാചകന്മാരെ കളവാക്കി. ദൃഷ്ടാന്തമായി ഇറക്കി കൊടുത്ത ഉരുവിനെ, ഒട്ടകത്തെ അവർ കശാപ്പ് ചെയ്തു. പടച്ചവനോട് അഹങ്കാരം കാണിച്ച് പ്രവാചകന്മാരെ കളവാക്കി, ശിർക്ക് ചെയ്തു, അധർമ്മങ്ങൾ ചെയ്തു, തോന്നിയാസങ്ങൾ ചെയ്തു. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമുള്ളൂ. നമുക്കൊരു ജീവിതം മറ്റൊന്നില്ല. ഹയാത്തുനദ് ദുനിയാ നമൂതു വനഹ്യാ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുക, ഇവിടെ മരിക്കുക, അതന്നെ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അങ്ങോട്ട് ചെയ്തൂടാ. അതായിരുന്നു നമ്മുടെ പ്രമേയം. അങ്ങനെ ജീവിച്ചവരെ അള്ളാഹ് പിടികൂടി. എന്നാൽ അള്ളാഹ് ഒരു വിഭാഗത്തെ രക്ഷപ്പെടുത്തി. ആരാണത്?
ഫനജ്ജൈനാഹു വഅഹ്ലഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും നാം രക്ഷപ്പെടുത്തി. അതാരാ? നൂഹ് നബിയെ രക്ഷപ്പെടുത്തി, വിശ്വാസികളെയും. അല്ലേ? ഹൂദ് നബിയെ രക്ഷപ്പെടുത്തി, വിശ്വാസികളെയും. സാലിഹ് നബിയെ രക്ഷപ്പെടുത്തി, വിശ്വാസികളെയും. ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തി, വിശ്വാസികളെയും. ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തി, വിശ്വാസികളെയും. അള്ളാഹുവിന്റെ അദാബ് ബാധിച്ച ലോകത്ത് നാടുകളിൽ നിന്ന് വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തി. കദാലിക ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. അള്ളാന്റെ സഹായവും റഹ്മത്തും ബർക്കത്തും സംരക്ഷണവും സുരക്ഷയും എല്ലാതും സുഹൃത്തുക്കൾ ആരപ്പാ? നിങ്ങൾ വിശ്വാസികളൊപ്പമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ ധൈര്യം എന്താണ്? വിശ്വാസികളുടെ ധൈര്യം എന്താ? എനിക്ക് പടച്ചോണ്ട് എന്നാണ്. അല്ലേ? മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിറഔനും കൂട്ടരുമാണ്. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പേടിച്ചു. മൂസാ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ ഇപ്പോൾ പിടിക്കപ്പെടും മൂസ, എന്താ ചെയ്യാ? മൂസാ നബി എന്താ പറഞ്ഞത്? പഠിച്ചോനെ എന്താവും നീക്കും അറിയില്ല എന്നല്ല. മുന്നിൽ കടലാണ്, പിന്നിൽ ഫിറഔനാണ്. യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാവുകയില്ല എന്നറിയാം. പക്ഷേ പ്രതീക്ഷ പടച്ച റബ്ബിലാണ്. കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ പടച്ചോനുണ്ട്. അതാണ് ദീനുള്ളവന്റെ ധൈര്യം. എന്താ നിങ്ങൾ? എനിക്ക് 5 മക്കളുണ്ട് എന്നല്ല, എനിക്ക് 4-5 ബ്രാഞ്ച് ബിസിനസ് സ്ഥാപനം ഉണ്ട് എന്നല്ല, എന്റെ കയ്യിൽ എമ്പാടും ക്യാഷ് ഉണ്ട് എന്നല്ല, എനിക്ക് പിന്നെ നല്ല ആരോഗ്യം ഉണ്ട് എന്നല്ല, എനിക്ക് മറ്റേ പെൻഷൻ കിട്ടിയിട്ടുണ്ടെന്നല്ല, ഇതൊന്നല്ല. എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ല. ഓന്റെ ധൈര്യം അള്ളാഹ് ഉണ്ടെന്നാണ്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കെന്റെ പടച്ച റബ്ബ് മതി. ഇതെപ്പോ പറഞ്ഞതാണ്? ഇബ്രാഹിം നബിക്ക് വേണ്ടി തീക്കുണ്ടാരം നിർമ്മിക്കപ്പെട്ടു. ഇബ്രാഹിമിനെ കഴിക്കാൻ വിറക് കൊണ്ടുവരുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ദൈവങ്ങൾ സഫലമാക്കി തരുമെന്നായിരുന്നു പ്രവചനം. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിറക് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹങ്ങൾ സഫലാക്കി തരും ദൈവങ്ങള്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ സഹായിക്കൂ. അവർ കൊടുത്ത അനൗൺസാ. തീക്കുണ്ടാരം നിർമ്മിക്കപ്പെട്ടു. ഇബ്രാഹിം നബിക്ക് ഭാവമാറ്റമില്ല. ഇബ്രാഹിം നബിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആധിയില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഭയമില്ല, പ്രതീക്ഷയാണ്. കാരണം പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് അവിടേക്ക് വന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് തൗഹീദ് പറയുന്നത്. പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ അത് മോശമാണെന്നും അത് പൊള്ളയാണെന്നും അവിടെ പ്രഖ്യാപിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കെന്റെ പടച്ചോ മതി, പേടില്ല. ഹിജ്റ പോവാണ്. എത്ര പേടിക്കണം അല്ലേ? എത്ര പേടിക്കണം? ചുറ്റുപാടും ശത്രുക്കളാണ്. മുഹമ്മദിന്റെ തലയെറുത്ത 100 ഒട്ടകമാണ്. വലിയ വലിയ അംഗീകാരങ്ങളാണ്, ഓഫറുകളാണ്. ഈ ഓഫറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ പരക്കെ ചിതറി ഓടിയ സമയത്ത് റസൂലുള്ളാഹി ഹിജ്റ പോവാണ്. പ്രതീക്ഷയാണ്, ധൈര്യമാണ്. സൗറിന്റെ കോലായിൽ വരെ നബിയെ തേടിവരെത്തി. നബിയും അബൂബക്കറും സൗറിൽ കഴിയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറയാണ്, നബിയെ, അവർ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂബക്കറെ, എന്താ മനസ്സിലാക്കിയത്? എന്താ മനസ്സിലാക്കിയത്? പടച്ചോൻ മൂന്നാമനായുള്ള 2 പേരെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത്? ലാ തഹ്സൻ, അബൂബക്കറെ നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ പടച്ചോണ്ട്. സുഹൃത്തുക്കളെ, ഈ ധൈര്യമൊക്കെ ഈമാനുള്ള ദീനുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? എന്തിന് കുറെ കാശും കുറെ ആസ്തിയൊക്കെ ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യണം? എന്തിനാ ലഹരി ഉപയോഗിക്കണ്? എന്തിനാ മക്കളെ കൊല്ലണ്? മനുഷ്യ സ്വസ്ഥതല്ല അല്ലേ? എങ്ങനെ സ്വസ്ഥത ഉണ്ടാവും? പടച്ച റബ്ബ് നമുക്ക് ഇറക്കി തന്ന ഒരു ജീവിത മാർഗമുണ്ട്. ആ മാർഗം മാറ്റി വെച്ചിട്ട് ആളുകൾ സിനിമയെയും പലതരത്തിലുള്ള ഇസങ്ങളുടെയും പിന്നാലെ പോകുമ്പോ എങ്ങനെ സമാധാനം ഉണ്ടാകും? അല്ലേ? ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ, എന്റെ ഹുദയെ പിൻപറ്റിക്കോളി. എന്റെ ഹുദയെ പിൻപറ്റിക്കോളി, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, നിങ്ങൾക്ക് ദൗർഭാഗ്യം ബാധിക്കുകയില്ല. അല്ല പറഞ്ഞതാ. എപ്പോ പറഞ്ഞാ? നിങ്ങൾ സ്വർഗത്തിന്ന് ആദമിനെയും ഹവ്വനെയും
ഇബ്ലീസിനെയൊക്കെ പുറത്താക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അടുത്തായിട്ട് എന്താ അറിയോ? വമന്ന അറദാൻ ദിക്രി, ആരാണോ എന്റെ ഉത്ബോധനത്തെ, എന്റെ ദൃഷ്ടാന്തത്തെ, എന്റെ വചനത്തെ, എന്റെ ഗൈഡൻസിനെ അവഗണിക്കുന്നത്, അവന് കുബുസമായ ജീവിതം ഉണ്ടാവും. അള്ളാന്റെ വഹയിനെ പിൻപറ്റിയാൽ അവന് എളുപ്പമുണ്ടാകും, പടച്ചോന്റെ ബർക്കത്തുണ്ടാകും, സഹായമുണ്ടാകും, എല്ലാം ഉണ്ടാവും. അത് ഒഴിവാക്കിയാലോ കുബുസമായ ജീവിതം ഉണ്ടാവും. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബി തന്റെ ജനതയോട് എന്താ പറഞ്ഞത്? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അല്ലാഹ് അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. പടച്ചറബിന് ഏറ്റവും വെറുക്കപ്പെട്ട അവനെ പങ്കു ചേർക്കുക എന്നത്, അവനൊരു കുട്ടിയുണ്ട് എന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയാൽ പോലും അല്ലാഹ് അത് പുറത്തു. കാരണം അല്ലാഹ് ഗഫാറാണ്. ആ ഗഫാറായ പടച്ചോനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളീൻ, ഞാൻ പറയുന്ന നിങ്ങൾ സ്വീകരിച്ചോളീൻ. എന്നാൽ യുർസിലിസ് സമാഅലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. ആകാശത്ത് നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് അല്ലാഹു വെള്ളമിറക്കി തരും. വേണമെന്നില്ല, സമൃദ്ധമായിട്ട് വെള്ളമിറക്കി തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. വയജഅൽ ലക്കും ജന്നാത്, നിങ്ങൾക്ക് അല്ലാഹു തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. വയജഅൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് അവൻ നദികളും ഒഴുക്കിത്തരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാന്റെ ദീനിലേക്ക് മടങ്ങാൻ. ഈ ദീനാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. ഇത് നമ്മൾ ഉൾക്കൊള്ളണം ആദ്യം, മനസ്സിലായില്ലേ? എന്നിട്ട് ആ ദീനിൻ്റെതായ വിശ്വാസവും ദീനിൻ്റെതായ കർമ്മപദ്ധതിയും ദീനിൻ്റെതായ ചിട്ടവട്ടങ്ങളും നമ്മൾ പാലിക്കണം. മനുഷ്യന്മാരെ കൂട്ടത്ത് കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ വിശ്വാസികളാണ് നടക്കണത്. പക്ഷേ അവരൊക്കെയും അള്ളാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടാണ് വിശ്വസിക്കണത്. ശിർക്ക് വെച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ എന്ത് വേണം? ശിർക്കില്ലാതെ ദുൽമ് കലരാതെ വിശ്വസിക്കണം. ദുൽമ് കലരാൻ പാടില്ല വിശ്വാസത്തിൽ. എന്താ ദുൽമ്? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് കൊടുത്ത ഉപദേശമുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ, അത് വലിയ അക്രമമാണ്. ആ അക്രമം കലരാൻ പാടില്ല. ഒരു വീടിന്റെ അടിത്തറ പോലെ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ് നമ്മുടെ വിശ്വാസം. ഈ പ്രപഞ്ചത്തിൽ എന്താണ് ഒറ്റക്കുണ്ടായ ഒരു സാധനം? നിങ്ങൾ പറഞ്ഞാണ്, എന്തെങ്കിലും സാധനം വെറുതെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ആക്ഷൻ ഇല്ലാതെ, എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ലാതെ ഒന്നും ഉണ്ടായില്ല. എന്നാൽ വലിയ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ആൾക്കാർ നിരന്തരമായി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണ്. എന്ത് വലിയ വിവരക്കേടാണത്, അല്ലേ? ഒരു പേപ്പർ, 2 പേപ്പർ, ഒരു പേപ്പർ കൊണ്ട് നമ്മൾ തോണി ഉണ്ടാക്കി, മറ്റേ പേപ്പർ നമ്മൾ അവിടെ വെച്ച് കാലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ പേപ്പർ ഇതുപോലെ തോണിയാവോ? ആവോ? ആവൂല. കാരണം എന്താ? ഈ പേപ്പർ എടുത്ത് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയതാണിത്. ഈ വെറും പേപ്പർ അങ്ങനെ തന്നെ കിടക്കും, അല്ലേ? ഒരു മരം പുഴയിലേക്ക് വീണ് കാലങ്ങളോട് ഒഴുകി നടന്നാൽ അത് തോണിയാവോ? കപ്പലാവോ? ബോട്ടാകോ? ആകൂലല്ലോ. കുറച്ച് കല്ലും അതുപോലെ തന്നെ സിമന്റും കമ്പിയും എല്ലാം കൂടെ കൊല്ലങ്ങളോടെ കൂട്ടിയിട്ടാൽ ഇതുപോലെ മനോഹരമായൊരു വീടാവോ? പിന്നെ എങ്ങനെ ഈ പ്രപഞ്ചം ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രപഞ്ചം മാത്രം ഒരാളുടെ നിയന്ത്രണമില്ലാതെ, സൃഷ്ടിപ്പില്ലാതെ, കൺട്രോൾ ഇല്ലാതെ വെറുതെ സയന്റിഫിക്കായി പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സയന്റിഫിക്കിന്റെ പിന്നിൽ, സയൻസിന്റെ പിന്നിൽ ഒരാളാരാ? ആ പടച്ചോൻ. അവനിൽ അചഞ്ചലമായി വിശ്വസിക്കണം. അവനിൽ യാതൊരു തരത്തിലുമുള്ള ശിർക്ക് കലരാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹു കൊടുക്കേണ്ട ഒരു അവകാശം പടപ്പൊക്കെ വെച്ചു കൊടുക്കാൻ പാടില്ല. മരിച്ചുപോയ മഹാന്മാർ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മളെ സഹായിക്കും, എവിടുന്ന് വിളിച്ചാലും വിളിക്കുത്തരം നൽകും.
കടലിൽ നിന്ന് വിളിച്ചാലും കരയിൽ നിന്ന് വിളിച്ചാലും മാനത്ത് നിന്ന് വിളിച്ചാലും അവർ സംരക്ഷണത്തിനെത്തും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. കാരണം അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യമാണത്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണത്. ബഗാൻ പോകുമ്പോ അള്ളാഹനെ വിളിക്കേണ്ട ബദരീങ്ങളെ എന്നല്ല, മമ്പ്രത്തെ തങ്ങളെ എന്നല്ല. ബദരീങ്ങളാരാ? ബദറിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് മരിച്ചവരാണ്. 300 ചില്ലാനം പടയാളികളിൽ 160 ചില്ലാനം ആളുകൾ രോഗം ബാധിച്ചിട്ടോ ശത്രുക്കളുടെ വെട്ടേറ്റിട്ടോ മരണപ്പെട്ടു പോയവരാണ് ബദരീങ്ങൾ. ഒരു കോലത്തിനെ സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോ? ജീവളുടെ കാലത്ത്. ബദർ കഴിഞ്ഞ് ഉഹുദുണ്ടായി, ഖന്തഖുണ്ടായി, ഹുനൈനുണ്ടായി, ധാരാളം യുദ്ധങ്ങളുണ്ടായി, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. സ്വഹാബത്തോ നബിയോ ഏതെങ്കിലും ഒരു ബദരീങ്ങളെ വിളിച്ചിട്ടില്ല? ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു സഹാബിയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അവിടെ പ്രത്യേകമായി ഉറൂസും നേർച്ചയും ആന എഴുന്നള്ളിപ്പുമില്ല. അവിടെ പ്രത്യേകമായ ഘോഷയാത്രയും പൂരവും ആചാരങ്ങളും ആണ്ടും നേർച്ചകളുമില്ല. പിന്നെയോ റസൂലുള്ള മരിക്കുമ്പോൾ പോലും പറഞ്ഞത്, എന്റെ ഖബറിനെ പോലും നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കരുത്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കരുത്. ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹിനോട്. വിശ്വസിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിൽ. എന്തിനും ഏതിനും നമുക്ക് ആരുണ്ടെന്നാ വിചാരിക്കേണ്ടത്? ഔലിയാക്കൾ ഉണ്ടെന്നാണോ? അല്ല. ആരാ ഔലിയാക്കൾ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിക്കണ്ട, ദുഃഖിക്കണ്ട. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാ ഔലിയാക്കള്? പച്ച പുതച്ച് നിസ്കരിക്കാതെ, പല്ല് തേക്കാതെ, കൃത്യമായിട്ട് വൃത്തിയാക്കാതെ, നോമ്പിന് റമദാനിൽ ഭക്ഷണം കഴിക്കുന്ന, കള്ളു കുടിക്കുന്ന, ഇതൊക്കെയാണ് ഔലിയാക്കളുടെ വിശേഷണമായിട്ട് ഇവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. എന്നാ ഖുർആൻ പറഞ്ഞ ഔലിയാര? അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിക്കണ്ട, അവർക്ക് ദുഃഖിക്കണ്ട. അവരാരാണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ അല്ലാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്നവരാണ്. അവർ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ A to Z പാലിച്ചു പോകുന്നവരാണ്. നിസ്കരിക്കാത്തവനാണെന്നല്ല, നിസ്കരിക്കണവനാണ്. കള്ളുടിക്കണവനാണെന്നല്ല, കള്ളു കുടിക്കാത്തവനാണ്. വ്യഭിചരിക്കുന്നവരാണെന്നല്ല, വ്യഭിചരിക്കാത്തവനാണ്. പടച്ചവനെ പേടില്ലാതെ തോന്നിയാസം വിളിച്ചു പറഞ്ഞ് പിച്ചിമയം പറഞ്ഞു നടക്കുന്ന മാനസിക രോഗിയാണ്, ഭ്രാന്തനാണെന്നല്ല, മറിച്ചവൻ മുത്തഖിയാണ്. അപ്പൊ വിശ്വാസത്തിൽ കളങ്കം വരാൻ പാടില്ല, കർമ്മങ്ങളിൽ ബിദ്അത്ത് കയറാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു. എന്താ പറഞ്ഞത്? നാളെ പരലോകത്തിന്റെ ഉമ്മത്ത് വരും, അവർക്ക് ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ എനിക്കും അവർക്കും ഇടയിൽ അള്ളാഹ് മറയിടും. എന്നിട്ട് അല്ലാഹു പറയും, ഫഇന്നക ലാ തദീ മാ അഹ്ദസൂ ബഅദക. തീർച്ചയായിട്ടും നിനക്ക് അറിയില്ല നബിയെ, നിങ്ങളുടെ കാലശേഷം ഇവർ എന്തൊക്കെയാണ് ഈ മതത്തിൽ ഉണ്ടാക്കിയത്. മതത്തിൽ പുതിയതായി ചേർക്കാൻ ഞമ്മക്ക് പെർമിഷൻ ഇല്ല, പണ്ഡിതന്മാർക്കുണ്ടോ? ഓർക്കൂല്ല. ഇനി സ്വഹാബത്തിനുണ്ടോ? ഓർക്കൂല്ല. ഇനി അതിനേക്കാൾ ദറജ കൂടിയ ഒരാളുണ്ട്, അതാരാ? നബിയാണ്. നബിക്കുണ്ടോ? നബിക്ക് പോലുമില്ല. വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. നബി വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മതമായി പറഞ്ഞതൊക്കെയും വഹീ ഉണ്ടായിട്ടാ പറഞ്ഞു. ഇനി നബി മതമല്ലാതെ പറഞ്ഞ വല്ലതുണ്ടെങ്കിലോ അത് മതമല്ല എന്നതിന് തെളിവുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ തെളിവോടുകൂടെ നബി പോലും പറഞ്ഞത്, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. നബിയെ, നിങ്ങളെങ്ങാനും സ്വന്തം ഇഷ്ടപ്രകാരം ഈ മതത്തിൽ വല്ലതും പറഞ്ഞാൽ നിങ്ങളുടെ ജീവനാടിയെ ഞാൻ മുറിച്ചു കളയും. ആരോട്? നബിനോട്. നബിക്ക് പോലും പെർമിഷൻ ഇല്ല, പിന്നല്ലേ വേറുള്ള ആൾക്കാർ? വലിയ വലിയ ഹോജമാർ, വലിയ വലിയ തങ്ങന്മാർ, വലിയ വലിയ മഹത്തുക്കൾ, അവരെല്ലാവരും ചെയ്തു പോകുന്ന കാര്യമാണ് നാം ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും വലിയ തങ്ങന്മാർ, ഏറ്റവും വലിയ മഹാന്മാർ, ഏറ്റവും വലിയ ഔലിയാക്കൾ സഹാബത്താണ്. അവരാരും ദീനിൽ ഒന്ന് ഉണ്ടാക്കാൻ പോയിട്ട് ഉള്ളതിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോലും ആരും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മാറ്റം വരുത്തിയാലോ അവര് കണിശമായിട്ട് അതിന് വിമർശിച്ചിട്ടുണ്ട്. പള്ളിയിൽ ഈത്തപ്പഴത്തിന്റെ കുരു കൂട്ടിയിട്ടിട്ട് കൂട്ടമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട്
അതിനിങ്ങനെ വാരിയെടുത്ത് ദിക്റുകൾ ചൊല്ല. ഒരാള് അമീറായിരുന്നിട്ട് അയാൾ ഇങ്ങനെ പറയും കബ്ബിറൂമി 100 വട്ടം തക്ബീർ ചൊല്ലിക്കോളി. അപ്പൊ ഇങ്ങനെ ഈ കുരു എടുത്തിട്ട് എണ്ണും 100 എണ്ണം. സബ്ബിഹൂ 100, ഹല്ലിലൂ 100, 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 വട്ടം സുബ്ഹാനല്ലാഹ്, 100 വട്ടം അല്ലാഹു അക്ബർ, അങ്ങനെ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇതിങ്ങനെ ദിക്റല്ല. നബിന്റെ കാലത്ത് ഇല്ലാത്ത പരിപാടിയാ. ദിക്റുണ്ട്, പക്ഷേ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്ന ഒരു രീതിയില്ല. ദിക്ർ ഹൽഖയില്ല. ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരുമിച്ച് കൂടിയുന്നൊരു പരിപാടിയില്ല. ഇത് കണ്ട സഹാബത്ത് ഇബ്നു മസ്ഊദിന് വിവരം അറിയിച്ചു. ഇബ്നു മസ്ഊദ് പള്ളിയിലേക്ക് ഓടി വന്നിട്ട് അവരോട് പറഞ്ഞെന്താ? വെരി ഗുഡ്, ബിദ്അത്തുൻ ഹസന, നല്ലൊരു ബിദ്അത്താട്ടങ്ങൾ തുടങ്ങിയച്ച് എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വൈഹകും യാ ഉമ്മത മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദേ നിങ്ങൾക്ക് നാശം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് കാലം അധികമായിട്ടില്ല. നബിയുടെ വസ്ത്രം നുരുമ്പിയിട്ടില്ല, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ ഭാര്യമാർ മരിച്ചു പോയിട്ടില്ല. വഹാഉലായി സ്വഹാബത്തു റസൂലില്ലാഹ്, നബിയുടെ സഹാബത്തിദാ ഇവിടെ ജീവനോടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. എന്നിരിക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് തെറ്റിപ്പോയോ? ആൾക്കാർ എന്താ പറഞ്ഞറിയോ? മാ അറദ്ന ഇല്ലൽ ഖൈർ, ഞങ്ങൾ നല്ലതല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. മരിച്ച വീട്ടിൽ യാസീൻ ഓതുമ്പോ വർത്താനം പറയണ്ടല്ലോ, യാസീൻ ഓതല്ലേ നല്ലത്, അങ്ങനെ വിചാരിച്ച്. നടന്നു പോകുമ്പോ വർത്താനം പറയണ്ടല്ലോ, തക്ബീർ അല്ലല്ലേ നല്ലത്, അങ്ങനെ വിചാരിച്ച് അല്ലേ? അങ്ങനെ ഓരോന്നും നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ്, എന്ന ന്യായം പറഞ്ഞിട്ടാണ് ആൾക്കാർ പലതും ചെയ്തു പോണത്. ഈ നല്ലത് പഠിപ്പിക്കാനല്ലേ അപ്പൊ നബി വന്നത്? അല്ലേ? ഇപ്പൊ നബി എല്ലാ നല്ലതും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോ പിന്നെ നബിക്കറിയാത്തൊരു നല്ലതുണ്ടാവോ? സ്വർഗത്തേക്ക് നിങ്ങൾ എത്തിക്കണം, നരകത്ത് നിങ്ങൾ രക്ഷപ്പെടുത്തണം ഒക്കെ ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞു പോയതല്ലേ നബി? അല്ലേ? ആ നബി 23 കൊല്ലം നബിയായിട്ട് ഒരു 22 ബർത്ത്ഡേ എങ്കിലും കഴിഞ്ഞില്ലേ? ആ നബിയുടെ ജന്മദിനത്തിന്റെ അന്ന് റസൂലുള്ള ഒരു മധുരമെങ്കിലും കൊടുത്തോ? ഒരു കാരക്കന്റെ ചീന്തെങ്കിലും കൊടുത്തോ? വലിയ കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷമായി ചെയ്യാണല്ലോ. 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷം അതാണ്. മനസ്സിലായില്ലേ? പുണ്യകരമായൊരു ഇബാദത്ത് അതാണ്. ദീനിനെതിരാകാത്തത് കൊണ്ട് ബിദ്അത്തല്ല എന്ന പുതിയ ന്യായം. ദീനിനെതിരായാലേ ബിദ്അത്താകൂ, ദീനിനെതിരല്ലെങ്കിൽ ബിദ്അത്തില്ല. അങ്ങനെയല്ല. ദീനിൽ അസ്ലില്ലാത്ത എല്ലാം ബിദ്അത്താണ്. ദീനിൽ അസ്ലില്ലാത്ത എല്ലാം ബിദ്അത്താണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അസ്ലുണ്ടെന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത ആർക്കാ? ഞമ്മക്കാ. സ്ഥലക്കെടുത്ത് കുറ്റടിക്കാൻ നാളെ എഞ്ചിനീയർ വരും അല്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ബിസ്മി ജനൽ അടിക്കുക. അല്ല അവിടെ വേറെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ഉണ്ടോ? എന്നാ തെളിവണ്ടി, കുറ്റിപൂജക്ക് തെളിവണ്ടി, കട്ടിൽ വെപ്പിന് തെളിവണ്ടി അല്ലേ? മറ്റുള്ള മൗലീദുകൾക്കും അതുപോലെ തന്നെ റാത്തീബുകൾക്കും ഹദ്ദാദുകൾക്കും തെളിവണ്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്, ഈ മാല മൗലീദുകൾ റസൂലുള്ളാഹി പാടിയതിന്, സ്വഹാബത്ത് ചൊല്ലിയതിന്, വെള്ളിയാഴ്ച രാവിൽ ഈ പള്ളികളിൽ ഇരുന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നടത്തുന്ന ഈ ഖുതുബിയത്ത് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ചെയ്തതിന് ഒരു തെളിവുണ്ടി കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഓൽക്ക് തന്നെ അറിയാം 400 കൊല്ലം പഴക്കുള്ളൂ, ചിലത് 500 കൊല്ലം പഴക്കുള്ളൂ. ഏറ്റവും പഴക്കം കൂടിയത് 600 കൊല്ലം മാത്രമാണ്, അതിലപ്പുറത്തേക്കൊന്നുമില്ല. നബിദിനത്തിന് എത്ര കാല പഴക്കം? 1400 കൊല്ലത്തെ പഴക്കല്ല, 1000 കൊല്ലത്തെ പഴക്കുള്ളൂ. മനസ്സിലായില്ലേ? ഹിജറ 4-ാം നൂറ്റാണ്ടിന് ശേഷം ഇർബൽ ഭരിച്ച രാജാവ് അയാളാണിത് കൊണ്ടുവന്നത് എന്ന് ഇവരെന്നെ പറയുന്നുണ്ട്. അയാൾ കൊണ്ടുവന്ന ദീനല്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീൻ എന്ന് പറയുമ്പോൾ അത് തൗഹീദാണ്, ശിർക്കില്ലാത്ത വിശ്വാസമാണ്. ദീൻ എന്ന് പറയുമ്പോ നബിയുടെ മാർഗമാണ്. അതും നല്ലതല്ലേ, ഇതും നല്ലതല്ലേ, ഓലും നല്ലതല്ലേ ചെയ്യണേ, ഇവരും നല്ലതല്ലേ? നല്ലത് പഠിപ്പിക്കാൻ വന്ന റസൂലിന്റെ മാർഗം സ്വീകരിച്ചു കൊണ്ടുവേണം നമ്മൾ എന്ത് ചെയ്യാൻ? കർമ്മങ്ങൾ ചെയ്യാൻ. കാരണം റസൂൽ എന്തിനാ നിയോഗിക്കപ്പെട്ടത്? ലിയുതമ്മ ബി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിൽ ആരെങ്കിലും വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇതെപ്പോഴാ പറഞ്ഞാലെങ്കിൽ എപ്പോഴാ പറഞ്ഞേ? നബിന്റെ കർമ്മങ്ങളെ പഠിക്കാൻ 3 ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ആയിഷ ബീവിയോട് അന്വേഷിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിലുള്ള കർമ്മങ്ങൾ, ആരാധനകൾ ആയിഷ ബീവി അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് 3 ആളും പാടെ കൂടിയിട്ട് പറഞ്ഞേ,
നബിയായിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മളാവുമ്പോ നമ്മൾ സാധാരണക്കാരല്ല, അപ്പൊ നമ്മൾ ഇത്രയും ചെയ്താൽ പോരാ എന്ന് പറഞ്ഞിട്ട് അവർ നന്മ ഉദ്ദേശിച്ചിട്ട് അവരെന്ത് ചെയ്തു? കൂടുതൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ നബി മിമ്പറിലേക്ക് ഓടിക്കയറിയിട്ട് നിങ്ങൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പില്ലാത്ത അവസ്ഥയുമുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുമുണ്ട് എന്ന് റസൂൽ അവർക്ക് തിരുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ സുന്നത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്കില്ലാത്ത തൗഹീദ്, വിശ്വാസം, ബിദ്അത്ത് കലരാത്ത സംശുദ്ധമായ കർമ്മങ്ങൾ, അതാണ് പടച്ചറബ് സ്വീകരിക്കുക. ആ ദീന് നമുക്കുണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇസ്ലാമിൽ വിശ്വാസവും കർമ്മവും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാക്കുക. അതാണ് ഇസ്ലാം. ഒരാൾ കാണുമ്പോൾ പുഞ്ചിരിക്കുക, അത് ഇസ്ലാമാണ്. സലാം പറയുക, അത് ഇസ്ലാമാണ്. സൗമ്യമായി പെരുമാറുക, ഇസ്ലാമാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇസ്ലാമാണ്. അല്ലേ? നമ്മുടെ ഭർത്താവിനുള്ള കടമകൾ, ഭാര്യയോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, അയൽവാസിയുള്ള കടമകൾ, നാട്ടുകാരുള്ള, സൊസൈറ്റിയുള്ള കടമകൾ, ഇവിടുത്തെ മിണ്ടാ പ്രാണികളുള്ള കടമകൾ, ഇതെല്ലാം ദീനാണ്. എത്രത്തോളം നിങ്ങൾ നമ്മൾ നിത്യവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ പോലും നല്ല ഉദ്ദേശത്തോടെ ചെയ്താൽ അത് ദീനാണ്. എന്താ ഇത് തെളിവ്? റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും സ്വന്തം മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് സ്വതക്കയാണ്. വെറുതെ പറഞ്ഞല്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നല്ല നിയത്തിൽ ജോലിക്കിറങ്ങിയാൽ അത് ഇബാദത്താണ്, അസ്ലുണ്ട്. ജീവിതത്തിൽ എല്ലാ രംഗത്തും സൽ സ്വഭാവമുള്ളവരാകാം. നബിയെക്കുറിച്ച് ആയിഷ ബീവിനോട് ചോദിച്ചു, നബിയെ, നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, കാന അഹ്സനുൻ നാസി ഖുലുഖാ, റസൂലുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. ഏറ്റവും നല്ല സ്നേഹമുള്ള, അനുകമ്പയുള്ള, വിട്ടുവീഴ്ചയുള്ള, കാരുണ്യമുള്ള, വിവേകമുള്ള, ക്ഷമയുള്ള, സഹനമുള്ള, ധീരതയുള്ള, പക്വതയുള്ള, പാകതയുള്ള, അങ്ങനെ എന്തെല്ലാം സൽസ്വഭാവങ്ങളുണ്ടോ അതെല്ലാം പൂർത്തീകരിച്ച വ്യക്തിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിനെ പോലെ അനുകരിക്കാൻ പറ്റിയ ആരാപടല്? മെസ്സിനെ അനുകരിക്കാൻ പറ്റുമോ? ഫുട്ബോൾ നല്ല കളിയാണ്, ഒക്കെ റെഡിയാണ് അല്ലെ? മെസ്സി, റൊണാൾഡോ ഒക്കെ നല്ല ഫുട്ബോളാണ് എന്ന് കരുതിയിട്ട് ഒരാളുടെ ജീവിതത്തിൽ മുഴുവൻ അവരെ അനുകരിക്കാൻ പറ്റുമോ? അവരുടെ ദാമ്പത്യം, അവരുടെ സാമ്പത്തികം, അവരുടെ സാമൂഹികം, ലോകത്ത് നടക്കുന്ന അധർമ്മങ്ങളോട്, അന്യായങ്ങളോട്, അക്രമങ്ങളോട്, വംശഹത്യയോട് അവർ എടുക്കുന്ന സമീപനം, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? എന്നാൽ ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലയിലും ഒരു കുറവുമില്ലാതെ, ഒരു പോരായ്മയും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയായി ജീവിച്ച് മരിച്ചുപോയ റസൂലുള്ളാഹിയെ ഫോളോ ചെയ്യാം, കണ്ണടച്ച് ഫോളോ ചെയ്യാം. ആരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ്, സർട്ടിഫൈഡ് ബൈ അല്ലാഹ്. എന്ത്? താങ്കൾ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹനെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ അവർ നബിയെ പിൻപറ്റിക്കൊള്ളട്ടെ. ഖുർആൻ. ആ ഒരു നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുഴുമുക്ക് മേഖലയിലും നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ പാലിച്ചു പോകാൻ പറ്റിയാൽ അതിന്റെ ഖൈർ ദുനിയാവിൽ കിട്ടും. ഖബറിൽ ഒരാൾക്ക് സൗകര്യം കിട്ടുന്നത് ദുനിയാവിൽ കിട്ടുന്ന സൗകര്യം പോലെയല്ല. ദുനിയാവിൽ നല്ല ലീഡർക്ക്, നല്ല നേതാവിന്, നല്ല പൈസക്കാരന്, നല്ല വിദ്യാഭ്യാസമുള്ളവന് നല്ല സ്വീകരണം, നല്ല സൗകര്യമൊക്കെ കിട്ടും. ഖബറിൽ കിട്ടൂല. ഖബറിൽ കിട്ടണമെങ്കിൽ ദീന് വേണം, അല്ലേ? വിശ്വാസം ശരിയാണം, കർമ്മങ്ങൾ വേണം, തിന്മകൾ ഒഴിവാക്കണം. പരലോകത്ത് അവിടെ കൺസിഡറേഷൻ കിട്ടുന്നത്, അവിടെ ഇളവ് കിട്ടുന്നത്, അവിടെ തണല് കിട്ടുന്നത്, അവിടെ ഹൗലുൽ കൗസർ കിട്ടുന്നത്, അവിടെ ഹിസാബ് എളുപ്പമാക്കപ്പെടുന്നത്, അവിടെ സിറാത്തിലൂടെ വേഗതയിൽ പോകാൻ പറ്റുന്നത്, അവിടെ മീസാൻ കനം തൂങ്ങുന്നത് പണത്തിന്റെ പേരിലല്ല, തറവാടിന്റെ പേരിലല്ല, സൗന്ദര്യത്തിന്റെ പേരിലല്ല, പ്രൗഢിയുടെ പേരിലല്ല, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഹോൾഡിന്റെ പേരിലല്ല, വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിലല്ല, സൊസൈറ്റി അയാൾക്ക് കൊടുത്ത വലിയ വലിയ അംഗീകാരങ്ങളുടെ പേരിലല്ല. പിന്നെ എന്തിന്റെ പേരില? ദീനിന്റെ പേരില. സ്വർഗം ലഭിക്കപ്പെടുന്നത് ആർക്കാ?
ലഫീ നഈം. പുണ്യവാളന്മാർ അവർ സ്വർഗത്തോപ്പിലാണ്. ദീനാണ് സുഹൃത്തുക്കളെ സൊല്യൂഷൻ. ആ ദീന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, നമ്മുടെ കുടുംബത്തിലും കൊണ്ടുവരിക. കാരണം കുടുംബം പടച്ചോൻ നമുക്ക് അനുഗ്രഹമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അനുഗ്രഹത്തിന്റെ കേന്ദ്രമാണ് നിങ്ങളുടെ വീട്, നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ്, സുരക്ഷയുടെ കേന്ദ്രമാണ്, സ്വർഗത്തിന്റെ കേന്ദ്രമാണ്, സന്തോഷത്തിന്റെ കേന്ദ്രമാണ്. അല്ലെ, നമ്മുടെ പരലോകത്ത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തത്തെയും കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ്. സ്വന്തം റെഡിയാവുന്നുള്ള ഫസ്റ്റ് അൻഫുസകും വഅഹ്ലീകും. ആദ്യം നിങ്ങളെ രക്ഷപ്പെടുത്തുക, പിന്നീട് നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക. ഞാൻ കുടുംബത്തിലൊരു മകനാണ്, മകളാണ് എങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഇസ്ലാമാവുക, മുസ്ലിമാവുക. ഞാൻ മുസ്ലിം കുടുംബത്തിൽ തന്നെയാണ്, പക്ഷെ ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാക്കുള്ളൂ, ചിലതൊന്നും എനിക്ക് പറ്റൂല. അങ്ങനല്ല. ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. എന്നിട്ട് എന്റെ ഉപ്പയെ, എന്റെ ഉമ്മയെ, എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ, എന്റെ സിബ്ലിങ്സിനെ, എന്റെ അയൽവാസികളെ, എന്റെ മറ്റുള്ള പരിചയക്കാരെ അവരെ ഈ ദീനിലേക്ക് കൊണ്ടുവരേണ്ട റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം മുഅ്മിനായ മുസ്ലിമായ ഒരു കുട്ടിയായ, ഒരു യുവാവായ, ഒരു പിതാവായ, ഒരു ഭാര്യയായ, ഒരു ബാപ്പയായ, ഒരു ഉമ്മയായ, ഒരു സഹോദരനും ഒരു സഹോദരിയുമായ ഏതെല്ലാം ഡെസിഗ്നേഷൻ നമ്മൾ അലങ്കരിക്കുന്നുണ്ടോ അവിടങ്ങളിൽ നമ്മൾ നിർവഹിക്കണം. കുടുംബം ഇസ്ലാമികമാകുക എന്നുള്ള വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കിയില്ലേ ഖുറാനില്? അല്ലേ, അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കുറേ സാധനം. അവര് വല്ല വേണ്ടാത്തരങ്ങളും കാണുകയാണെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് കടന്നു പോകും. അവർ വല്ല ജാഹിലുകളുമായിട്ട് സംവദിക്കേണ്ടി വന്നാൽ അവർ സലാം പറഞ്ഞ് പിരിയും. അവിടൊക്കെ ഓല് ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ മക്കളുടെയും കുടുംബത്തിന്റെയും വിഷയം എന്നപ്പോ എന്താ പറഞ്ഞ്? അവര് പടച്ചോനോട് പ്രാർത്ഥിക്കും. മനസ്സിലായില്ലേ? മറ്റതൊക്കെ അവര് ചെയ്യുന്ന പറഞ്ഞ്. പക്ഷെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ മക്കളുടെയും ഇണകളുടെയും കാര്യം പറഞ്ഞപ്പോ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചോനെ, ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും അവരിൽ നിന്ന് കൺകുളിർമ നൽകണമേ റബ്ബേ. അവരെ നീ മുത്തഖിയുടെ ഇമാമാക്കണേ പടച്ചോനെ. പടച്ചോനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം പടച്ചോൻ തരുന്ന അനുഗ്രഹമാണ്. എന്തറിയോ? ദീനുള്ള കുടുംബം എല്ലാം ഉണ്ടാവും. പക്ഷെ ദീനില്ലേ പോയി സുഹൃത്തുക്കളെ. ആകെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടികളുടെ നല്ല ബിസിനസ്സാണ്, അത്യാവശ്യം നല്ല പൂത്ത കാശ് കയറല്ലേ, അതെല്ലാം ഉണ്ട്. പക്ഷെ മകൻ പഠിക്കാൻ പോയത് കേരളത്തിന് പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണ്. അവിടെ ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് നിരീശ്വരവാദ ചിന്തകളുണ്ടായി, ആള് നിരീശ്വരവാദിയായി. അതോടുകൂടി ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ദീനില്ലാത്ത മക്കൾ അവർ തോന്നിയവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നതോടെ ഒരു കുടുംബത്തിന്റെ വിളക്കണഞ്ഞു പോവാണ്. അതുവരെ സന്തോഷത്തോടുകൂടെ കടന്നുപോയ ആ വീട്ടിൽ പിന്നീട് കണ്ണീരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാവാൻ. അല്ലെ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് പല വീടുകളിലും പോലീസ് കയറിയിറങ്ങി. എന്റെ ഒന്നിനും പോന്ന ആൺകുട്ടികൾ അവർ ചെന്നുപെട്ട ഇത്തരത്തിലുള്ള ഡ്രഗ്സ് മാഫിയയുടെ അതിലൂടെ അവർക്ക് കിട്ടുന്ന ആനന്ദവും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനവും ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത പോയി. കുടുംബത്തിൽ ഏതെങ്കിലും ഒരുത്തന് ദീനില്ലെങ്കിലും മതി കുടുംബത്തിന്റെ സമാധാനമൊക്കെ പോവാൻ. എന്താ ഒരു സമാധാനം കിട്ടാനുള്ള വഴി വെച്ചാൽ കുടുംബം ഇസ്ലാമികമാകുക എന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാമികമായ കുടുംബം ഉണ്ടായി കിട്ടാൻ നമ്മൾ പടച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കണം. മക്കളെ ചോദിക്കുമ്പോ സക്കരിയ നബി ചോദിച്ചതെന്താ? റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. പടച്ചോനെ, നിന്റെ പക്കൽ നിന്നൊരു കുട്ടിനെ കൊണ്ടാന്നല്ല, ത്വയ്യിബായ കുട്ടിനെ കൊണ്ടാ. ത്വയ്യിബായ ഒരു കുട്ടിനെ.
മില്ലദുൻക വലിയ, നിന്റെ വലിയ ഒരു കുട്ടിനെ, യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയ, പടച്ചോനെ നിനക്ക് തൃപ്തിപ്പെട്ട ഒരു കുട്ടി, പ്രവാചകനായ ഒരു കുട്ടി, നിന്റെ വലിയായ ഒരു കുട്ടി, മാതാപിതാക്കളോട് വാത്സല്യമുള്ള ഒരു കുട്ടി, ഒരിക്കലും എതിർത്ത് നിൽക്കാത്ത ഒരു കുട്ടി, ഒരു ഫസാദും ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത ഒരു കുട്ടി. ഇങ്ങനെ ഒരു കുട്ടിനെ, വെറുതെ ഒരു കുട്ടിനെ ചോദിച്ചേക്കല്ല, പിന്നെ സിഫത്തൊത്ത കുട്ടി, അതാ ചോദിച്ചത്. എണ്ണകളെ ചോദിക്കുമ്പോ, മക്കളെ ചോദിക്കുമ്പോ ഒക്കെ സ്വാലിഹീങ്ങൾ അല്ലേ. ഒരു ഗൃഹം രൂപീകരിക്കപ്പെടുന്നത് കല്യാണത്തിലൂടെയാണ്. കല്യാണം കഴിക്കുമ്പോ എന്താ നോക്കേണ്ടത്? നല്ല പൈസ ഉണ്ടോ, ഗൾഫ് കൊണ്ടുപോകോ, മണാലി കൊണ്ടുപോകോ, പട്ടിണില്ലാതെക്കോ, ആർഭാട ജീവിതം നയിക്കാൻ പറ്റുമോ, തോന്നുമ്പോഴൊക്കെ പർച്ചേസിങ് പറ്റുമോ, ഔട്ടിങ്ങിന് പോകാൻ പറ്റുമോ, പുറത്ത് ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിൽ പോയി പള്ളറച്ച് മുണുങ്ങാൻ പറ്റുമോ, ഇതൊന്നല്ല നോക്കണ്ടേ. ദീനുണ്ടോ? മറ്റതൊക്കെ ഉണ്ട്, പക്ഷെ ദീനില്ലെങ്കിൽ എന്താ നിങ്ങള് ഒരു ഔട്ടിങ്ങും ഉണ്ടാവില്ല. ഏത് മറ്റതൊക്കെ ഉണ്ട്, പക്ഷെ ദീനില്ലെങ്കിൽ പൈസ ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, ഭയങ്കര പവർ ഉണ്ടാവും, പക്ഷെ ലൈഫ് ഉണ്ടാവില്ല. ലൈഫ് ഉണ്ടാകണമെങ്കിൽ ദീന് വേണം. ഈമാനുള്ള സൽസ്വഭാവമുള്ള പടച്ചറബിനെ പേടിക്കുന്ന കടമകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ച് തികഞ്ഞ ബോധ്യവും വിദ്യാഭ്യാസവുമുള്ള എന്റെ ഭാര്യയോട് എനിക്കുള്ള കടമകളും കടപ്പാടുകളും എന്തൊക്കെയാണ്, അവളിലുള്ള കുറവുകൾ ഞാൻ എങ്ങനെയാണ് നികത്തേണ്ടത്, അവൾ എന്നോട് മോശമായി പെരുമാറിയാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവളുടെ ആഗ്രഹങ്ങൾ ഞാൻ എങ്ങനെയാണ് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത്, എന്റെ ഭാര്യയെ എനിക്ക് എത്രത്തോളം സന്തോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് മതപരമായി പഠിച്ചു മനസ്സിലാക്കിയ സൽസ്വഭാവിയായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ, ഒരു ചെക്കൻ ഉണ്ടെങ്കിൽ അവനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുത്തനെ കിട്ടിയാൽ നമ്മൾ എന്ത് പറയില്ല അറിയോ? കല്യാണം അടിമത്തമാണ്, കല്യാണം കഴിച്ചാൽ പഠിക്കാൻ പറ്റൂല, ജോലിക്ക് പോകാൻ പറ്റൂല, കുട്ടീനെ എടുക്കാനേ പറ്റുള്ളൂ, PG എടുക്കാൻ പറ്റൂല, ഇങ്ങനെ ആരെങ്കിലും ഛർദ്ദിച്ച മാലിന്യങ്ങൾ വാരി വിഴുങ്ങുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. നമുക്കത് കൃത്യമായ ക്ലിയർ കട്ട് ക്ലാരിറ്റി വേണം. മതപരമായിട്ട് നല്ല വിജ്ഞാനവും വിദ്യാഭ്യാസവുമുള്ള, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ദീനുള്ള സൽസ്വഭാവമുള്ള ഒരുത്തൻ, കുടുംബം പോറ്റാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ശാരീരിക ശേഷിയുണ്ട്, മാനസിക ശേഷിയുണ്ട്, മതപരമായ ശേഷിയുണ്ട്, അങ്ങനെ ഒരുത്തൻ വന്നാൽ ഓന് കെട്ടിച്ചൊടുക്ക. അല്ല ഓന് ധന്യത കൊടുക്കും. എന്റെ വാക്കല്ല, പടച്ചോന്റെ വാക്കാണ്. പടച്ചോന്റെ വാക്കിനെതിരെ ഒരു ലോജിക്ക് എഴുന്നള്ളിക്കാൻ ഒരു ബുദ്ധിജീവിക്കും പറ്റൂല. പടച്ചോൻ പറഞ്ഞാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഫുഖറാകളായ സ്വാലിഹീങ്ങളായ ചെക്കന്മാർക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പൊ പൈസ വേണ്ടേ? അവനുള്ള റിസ്ക് അള്ള കൊടുക്കും, അള്ള ധന്യത കൊടുക്കും. ഖുർആനിൽ പറഞ്ഞത് ഓന് മാത്രം, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ എന്താ നിങ്ങള്, അതൊക്കെ കിട്ടും. പടച്ചോദരി ഈ ഈമാൻ പറഞ്ഞ വെറുതെ ഇങ്ങനെ ഇതാക്കാനുള്ളതല്ല. ഇവിടൊക്കെ ഈമാമാണ് ട്ടാ. ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴൊക്കെ ഈമാൻ വേണം. അപ്പൊ ദീനുള്ള ആളെ മാത്രം നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ജീവിക്കാൻ എന്താ കാട്ടുക? അവിടൊക്കെ ഈമാൻ വേണം. അതൊക്കെ പടച്ചോൻ തരുന്നതാണ്. വിപത്തുകൾ പടച്ചോൻ തടുക്കുന്നതാണ്. നമ്മളിങ്ങനെ ഓവർ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പടച്ചോനോട് പറയാ, പടച്ചോനെ ഞാൻ ഭയക്കുന്ന കാര്യങ്ങൾ എന്നെ തൊട്ട് നീ അകറ്റണേ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നീ നൽകണേ, ഞങ്ങൾക്ക് ഹൈറും ബർക്കത്ത് ചൊരിയണേ. ഉള്ളത് കുറച്ചാണെങ്കിലും അതിൽ ബർക്കത്തുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ 1000-ന് 10 ലക്ഷത്തിന് മേനി ഉണ്ടാവും. മനസ്സിലായേ? അള്ളയാണ് ഇതൊക്കെ തരണ്ടേ. അപ്പൊ കുടുംബം തുടങ്ങുമ്പോ തന്നെ ദീന് നോക്കണം. ഇണകൾക്ക് ദീന് വേണം. ദീനുള്ളവരാണ് പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടത്. എന്റെ ദീന് ഈ ചങ്ങായി അതാണ് ഇതാണ് സമ്മതിക്ക് എന്ന് നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിർബന്ധിച്ച് കെട്ടിച്ചമക്കേണ്ടതല്ല. കാണണം, ഇണകൾ പരസ്പരം തൃപ്തിപ്പെടണം. മനസ്സിലായില്ലേ? പരസ്പരം അങ്ങോട്ട് പിന്നെ മഹർ കൈമാറണം, വലിയുണ്ടായിരിക്കണം. ഇങ്ങനെ കുറെ ഷർത്തുകളുണ്ട്. ഇതൊന്നും പാലിക്കാതെ പൈസ മാത്രം നോക്കിയിട്ട് കുടുംബക്കപ്പാടെ കൂടിയിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ട് നിർബന്ധിച്ച് കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നീട് പ്രശ്നമായിട്ട് മാറുകയാണ്. അങ്ങനെയല്ല. ദീന് നോക്കി, സൽസ്വഭാവം നോക്കി ആണിനെയും പെണ്ണിനെയും തെരഞ്ഞെടുത്ത് കല്യാണം കഴിക്കണം. അവർ പരസ്പരം ദീനിന്റെ കാര്യങ്ങൾ പങ്കുവെക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യാ കുല്ലുഹാ മതാ വഖൈറു മതാഇദ് ദുനിയാ മർഅത്തുൻ സാലിഹ. ദുനിയാവ് മുഴുവൻ ഇങ്ങനെ അനുഭവിക്കാനുള്ളതാണ്, വിഭവങ്ങളാണ്. ആ വിഭവത്തിൽ ഏറ്റവും നല്ല വിഭവം ദീനുള്ള ഒരു പെണ്ണാണ്. കുറച്ച് ഗ്ലാമർ കുറഞ്ഞു പോയി, കുറച്ച് കാശ് കുറഞ്ഞു പോയി, വലിയ അറിയപ്പെടുന്ന തറവാടൊന്നുമല്ല, പക്ഷെ ദീനുണ്ടോ? ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എനിക്ക് കിട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ആരെങ്കിലും യത്തഖിദ അഹദുകും ഖൽബൻ ശാകിറ വലിസാനൻ ദാകിറ വസൗജതൻ മുഅ്മിന തുഈനുഹാ അലാ അംറിൽ ആഖിറ. നിങ്ങൾ ഒരാൾക്ക് നന്ദിയുള്ള ഹൃദയമുണ്ടോ? അള്ളാഹനെ സ്മരിക്കുന്ന നാവുണ്ടോ? ദീനുള്ള പരലോകത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന വിശ്വാസിനിയായ ഒരു ഭാര്യയുമുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ സൗഭാഗ്യവാനാണ്. എന്താ സൗഭാഗ്യം? ആഖിറത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇണ. സൗജർന്ന ഇണാണ്. ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്, ആ ഇണ. അതുപോലെ തന്നെ പടച്ചോനെ സ്മരിക്കുന്ന ഒരു കൽബ്, നന്ദിയുള്ളൊരു കൽബ്, പടച്ചോനെ ദിക്റെടുക്കുന്ന ഒരു നാവ്, പരലോകത്തിന് സഹായിക്കുന്ന ഒരു ഇണ. അത് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുടുംബത്തിന്റെ അത്താണി നമ്മളാണ്. ആ അത്താണികൾ രണ്ടും ദീനുള്ളവരായിരിക്കണം. പരസ്പരം ദീനിയായ ചർച്ചകൾ നടക്കണം, ദീന് പഠിക്കാൻ പോകണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇബാദത്തുകളിൽ ഓർമ്മപ്പെടുത്തണം, വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം, പരിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യാൻ പ്രേരിപ്പിക്കണം, ദിക്റുകളും മറ്റുമൊക്കെ മനഃപ്പാഠമാക്കണം, ദാനധർമ്മത്തിന് പരസ്പരം പ്രേരണകൾ നൽകണം. ദീനിയായ മറ്റെല്ലാ വിഷയങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്ന ഭാര്യ വേണം, ഭർത്താവ് വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനത്തെ ക്ലാസ്സുകൾക്കൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പങ്കെടുക്കുക, കുടുംബസമേതം പങ്കെടുക്കുക, കേട്ടിട്ട് തീന്മേശയിൽ ഇരുന്നിട്ട് ആ കേട്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുക, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈമാൻ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു കുടുംബം, അതാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വീട്, ആ വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. വീട്ടിൽ ഉമ്മയും ബാപ്പിയും നന്നാകുക, വീട്ടിൽ ഇസ്ലാമികമായ ഒരു ചുറ്റുപാട് ഉണ്ടാക്കുക. റസൂലുള്ളാഹി പറയാണ്, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീ വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീ മിത്ലൽ ഹയ്യ് വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ദിക്റെടുക്കുന്ന വീടും ദിക്റില്ലാത്ത വീടും ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും പോലെയാണ്. ദിക്റുള്ള വീട് ജീവനുള്ള വീട്, ദിക്റില്ലാത്ത വീട് മരിച്ച വീട്. അതുകൊണ്ട് വീടുകളിൽ ദിക്ർ വേണം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, ഇസ്ലാമിക വിജ്ഞാനങ്ങൾ അവർ ഉയർന്ന് കേൾക്കണം. പാട്ടും കൂത്തും സിനിമയും സീരിയലും റീൽസും ഷോർട്സും അല്ല, അല്ലേ? ഇപ്പൊ എന്താണ് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫോൺ തന്നെ കൊടുക്കാൻ പാടില്ല. ഇനി കുറച്ചും കൂടി ചുരുക്കി 5 വയസ്സ് വരെയുള്ള സമയത്ത് ഫോൺ കാണാൻ തന്നെ പാടില്ല എന്നാ പഠനങ്ങൾ തെളിയിക്കണം. പക്ഷെ എന്താ പണി? ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും എല്ലാവർക്കും എന്താ പണി? ഫോൺ തുറക്കുക, ഷോർട്സ് കാണുക, റീൽസ് കാണുക, അല്ലേ? പല വീഡിയോകൾ കാണുക, കോമഡികൾ കാണുക, ഇതാണ് പരിപാടി. പിന്നെ എങ്ങനെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവും? വീട്ടിൽ എങ്ങനെ ബർക്കത്തുണ്ടാവും? വീട്ടിൽ എങ്ങനെ സന്തോഷം ഉണ്ടാവും? അള്ളാഹ് പഠിപ്പിച്ച മാർഗങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അള്ളാഹ് പഠിപ്പിച്ച മാർഗങ്ങളുണ്ട്. ഇന്നലെ എന്നോട് കുട്ടി ചോദിച്ചു, സാറേ എന്റെ ജ്യേഷ്ഠന്റെ ജോലിയൊക്കെ പോയി ഒരുപാട് റിയാലൊക്കെ നഷ്ടപ്പെട്ടു, വീട്ടിൽ വന്നിട്ട് ഏതൊരു ഉസ്താദ് എന്തൊക്കെയോ പരിപാടികൾ പറഞ്ഞെടുത്തിട്ടുണ്ട്, ആ പരിപാടി അപ്പൊ വീട്ടിൽ ഫുള്ള് യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അല്ലെ? മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ തന്നെയാണ് ഇതിങ്ങനെ കേൾക്കാം. സുഹൃത്തുക്കളെ, ഇസ്ലാം പറഞ്ഞ ദിക്റുകളുണ്ട്, ഇസ്ലാം പറഞ്ഞ പാരായണങ്ങളുണ്ട്, ഇസ്ലാം പറഞ്ഞ സ്വലാത്തുണ്ട്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാകാൻ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ വീടുകൾ ദിക്റുകൾ കൊണ്ട് ധന്യമാകണം, ദീനിയായ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാകണം. അവിടെയാണ് പീസ് റേഡിയോ, അല്ലേ? സിമ്പിൾ അല്ലേ? ഫോൺ എടുക്കുക, പ്ലേ സ്റ്റോറിൽ കയറുക, ആപ്പ് സ്റ്റോറിൽ കയറുക, പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ജസ്റ്റ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പണികൾ എടുക്കാം, ദീനിയായത് കേൾക്കാം, പാട്ട് കേൾക്കാം, ഖുർആൻ കേൾക്കാം, അറിവുകൾ കേൾക്കാം, സംശയങ്ങൾ തീർക്കാം, അല്ലേ? പരിഹാരങ്ങൾ കാണാം. ഒരുപാട് സേവനങ്ങളുള്ള ബൃഹത്തായ സംരംഭമാണ് പീസ് റേഡിയോ. അത് പ്ലേ ചെയ്ത് വെക്കുക. ഇൽമ് വർദ്ധിക്കും, നമ്മൾ അറിയാതെ വർദ്ധിക്കും. ഈ കേൾക്കലും കേൾക്കാത്തക്കലും രണ്ടാണ്. കേൾക്കും തോറും നമ്മുടെ ഇൽമ് വർദ്ധിക്കും, തിരിച്ചറിവ് വർദ്ധിക്കും, കാഴ്ചപ്പാട് വർദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കള് അത് കേട്ട് വളരട്ടെ, അത് കേട്ടവർ കളിക്കട്ടെ, അതിനുള്ള മ്യൂസിക് ഇല്ലാത്ത പാട്ടുകൾ അവർ മനഃപ്പാഠമാക്കട്ടെ. അതോടൊപ്പം തന്നെ പീസ് റേഡിയോയിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ചെയ്യാം. തഫ്സീർ പഠിക്കാം, അറബി പഠിക്കാം, ഫിഖ് പഠിക്കാം, അങ്ങനെ നിരവധി കോഴ്സുകൾ. പാരന്റിംഗ് പഠിക്കാം, പാരന്റിംഗ് കോഴ്സ് പഠിക്കാം, ലൈഫ് കോഴ്സ്, അന്നൂർ കോഴ്സ്, ധാരാളം കോഴ്സുകളുണ്ട്. കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാം. ഓഗസ്റ്റ് 15-ന്, പെരുന്നാൾക്ക്, നോമ്പിന്, അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ
അതുപോലെ തന്നെ വൈകുന്നേരമുള്ള ഈവനിങ് ലൈവിൽ നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാം. പാട്ടുപാടി പ്രസംഗിച്ച് കഥ പറഞ്ഞ് പ്രാർത്ഥന പറഞ്ഞ് ഖുർആൻ ഓതി പീസ് റേഡിയോയിലൊക്കെ നമ്മുടെ മക്കളുടെ വോയിസ് അയച്ചു കൊടുത്താൽ നാളത്തെ ലൈവിൽ അവരുടെ വോയിസ് വരും. കുട്ടികൾക്കൊരു പോസിറ്റീവ് മോട്ടിവേഷനാണ്. സിനിമയിൽ നിന്ന്, ഹറാമിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, റീൽസിൽ നിന്ന് ആരൊക്കെയോ പടച്ചുവിട്ട് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി അവര് ഉണ്ടാക്കി വെച്ച ചിത്രീകരിച്ച കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ യൗവനവും നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറും പാഴാക്കി കളയുന്നതിന് പകരം നല്ലൊരു വഴിയിലേക്ക് അവരെ തിരിച്ചുവിടാനുള്ള നല്ല ഓപ്ഷനാണ് പീസ് റേഡിയോ. അതുപോലെ തന്നെ ബാലവേദിയുടെ പരിപാടികൾ, സ്റ്റുഡൻസ് വിങ്ങിന്റെ പരിപാടികൾ, യൂത്തിന്റെ പരിപാടികൾ, ഇതൊക്കെ നമുക്ക് ദീനിയായ ചുറ്റുപാടുണ്ടാക്കിയെടുക്കാനുള്ള അവസരങ്ങളാണ്. അതുപോലെ തന്നെ വീട്ടിൽ ആരാധനകൾ നടക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖിബ്ലയാക്കുകയും ചെയ്യുക. വീട്ടിൽ നിസ്കാരം നടക്കണം. ഉമിറു അൻ യത്തഖിദുഹാ മസാജിദ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കൽപ്പിച്ചത് എന്താണ്? നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കണം. നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഒരു വീടുണ്ടാക്കിയല്ലേ? പടച്ചവനോട് എത്ര പ്രാർത്ഥിച്ച്, എത്ര വിയർത്തൊഴുകി, എന്തെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ഒരു വീടുണ്ടാക്കിയത്. എന്നിട്ട് ആ വീടുണ്ടായിട്ട് ചത്തുറങ്ങി. അവിടെ ഒരു ഖുർആനോത്തില്ല, അവിടെ ഒരു നിസ്കാരമല്ല, അവിടെ ഒരു ആരാധനല്ല, പിന്നെ എന്തിനൊരു വീട്? അവിടെ ആരും പ്രാർത്ഥിക്കണില്ല, ദിക്റില്ല. നമ്മളൊരു സമാധാനമല്ല പെരീക്ക്. എന്നാൽ ആരാ ആദ്യം പെരീന്ന് പുറത്തു വരും? ബാപ്പ. അവസാനം ചെന്ന് കയറലോ? ഓ ബാപ്പ. നിങ്ങൾ എങ്ങനെ കയറല്? വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചെല്ലണം അല്ലേ? ബിസ്മി ചൊല്ലി കയറണം. വീട്ടുകാരോട് സലാം പറയണം. ബിസ്മി ചൊല്ലുമ്പോൾ പിശാചുക്കൾ എന്ത് പറയും? ഈ വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണമില്ല, രാത്രി ഭക്ഷണമില്ല, രാത്രി താമസമില്ല, വിട്ടോടി അറിയും. അതൊന്നും ചെല്ലാതെ കുത്തി കയറും. എന്നിട്ട് പിന്നെ വരിയിൽ ബഹളം ബക്കാണം. എന്നിട്ട് പറയും വരി കയറി ചെന്നൊരു സമാധാനമല്ല. പിന്നെ എവിടെ സമാധാനം? ഞാൻ സമാധാനം കിട്ടാൻ അവിടെ പോയത്, ഇവിടെ പോയത്, മറ്റീന് പോയത്, മർച്ചീന് പോയതൊക്കെ പറയും. വീട്ടിൽ പാലിക്കേണ്ട ഇസ്ലാമിക ചിട്ടകൾ നമ്മൾ പാലിക്കുക. വീട്ടിൽ നമസ്കാരങ്ങൾ നടക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നമസ്കാരങ്ങൾ നിർവഹിക്കണം. വീട്ടിലെ നമസ്കാരത്തിന് ഖൈറുണ്ട്. അതായത് പള്ളിയിൽ നിന്ന് ഫർള് നിസ്കരിച്ചിട്ട് സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കണം. വീട്ടിൽ നിന്ന് ഖുർആൻ ഓതണം. വീട്ടിൽ നിന്ന് ദിക്ർ ചൊല്ലണം. വീട്ടിലേക്ക് കയറുമ്പോ ചെല്ലേണ്ട ദിക്റുകൾ, ടോയ്ലറ്റ് കയറുമ്പോഴുള്ള ദിക്റുകൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സമയത്തുള്ള ദിക്റുകൾ, അങ്ങനെയുള്ള ദിക്റുകളും ദുആകളും നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ഓർമ്മപ്പെടുത്തി നിർവഹിച്ചു പോകണം. വീടുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ചെയ്യണം. റസൂലുള്ള വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലി, പിന്നീട് പല്ല് തേച്ചു, അവിടെ ഖുർആൻ ഓതി, അവിടെ ദിക്ർ ചൊല്ലി, അങ്ങനെ കുറെ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരുമ്പോ കുടുംബത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബം ഒന്നടങ്കം അള്ളാഹുവിന്റെ ദീന് പഠിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും എന്ന് പറഞ്ഞ ആയത്തിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞത് എന്താണ്? ഹഖ്ഖുൻ അലൽ മുസ്ലിമി അൻ യുഅല്ലിമ അഹ്ലഹു മിൻ ഖറാബതിഹി വ ഇമാഇഹി മാ ഫറളല്ലാഹു അലൈഹി വമാ നഹാഹു അൻഹു. അള്ളാഹു നിർബന്ധമാക്കിയതും വിലക്കിയതുമായ കാര്യങ്ങൾ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും അടിമ സ്ത്രീകളെയും പഠിപ്പിക്കൽ കുടുംബനാഥന്റെ ബാധ്യതയാണ്. ട്യൂഷന് വിട്ട്, സ്കൂളിലേക്ക് വിട്ട്, പലയിടത്തും വിട്ട് അല്ലേ? ഇതേ കുടുംബത്തെ കൊണ്ട് നമ്മൾ കല്യാണത്തിന് പോയി. ആ കാർ എടുത്തിട്ട് തന്നെ കുടുംബത്തെ കൊണ്ട് കിയോച്ചലസിന് പോകണം. ആ കാർ എടുത്തിട്ട് വിജ്ഞാന വേദിക്ക് പോകണം. ആ കാർ എടുത്തിട്ട് സമ്മേളനത്തിന് പോകണം. ആ കാർ എടുത്തിട്ട് ദീൻ പഠിക്കാൻ പോകണം. നമ്മുടെ എല്ലാ മക്കളും നന്നായി പഠിച്ചു വളർന്നു ഉയരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം ആ മക്കൾ ഹാഫിളുകളാകണം. ആ മക്കൾ പണ്ഡിതന്മാരാകണം. പറ്റൂലേ? ഒരു ഡോക്ടർക്ക് പണ്ഡിതനായിക്കൂടെ? ഒരു ഹാഫിളിന് ഡോക്ടറായിക്കൂടെ? ഒരു പണ്ഡിതന് എഞ്ചിനീയർ ആയിക്കൂടെ? ലോകത്ത് വലിയ വലിയ പണ്ഡിതന്മാർ, അവർ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പല തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഇൽമിന് തടസ്സമല്ല. അതുകൊണ്ട് ദീന് പഠിപ്പിക്കുക എന്നുള്ളത് സുഹൃത്തുക്കളെ ഏറ്റവും പ്രധാനമാണ്. അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം, അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിൽ നിന്ന് ആ ശീലങ്ങളൊക്കെ വരിക. നമ്മളെ വീട്ടിൽ നിന്നാണ് ഓരോ ശീലങ്ങളും. വസ്ത്രം എങ്ങനെ ധരിക്കണം അല്ലേ? കുട്ടികളെ കാണില്ലേ നമ്മള് അല്ലേ? പാന്റ്, ജീൻസ് പാന്റും ബനിയനും ഇട്ട് പുറത്തിറങ്ങുക. പറഞ്ഞാൽ വലിയ പ്രശ്നം അല്ലേ? ക്ലിപ്പായി വിട്ടാൽ അതിനെ റോസ്റ്റ് ചെയ്യാൻ കുറെ ആളുകൾ അല്ലേ? എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ത് പറഞ്ഞോ, റസൂലുള്ളാഹി എന്ത് പറഞ്ഞോ, അതാണ് നമുക്ക് പ്രമാണം.
ആരെന്ത് പറയുന്നു എന്നത് നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ ഈ ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പറ്റുന്നവർക്ക് സ്വീകരിക്കാം, പറ്റാത്തവർക്ക് ഉപേക്ഷിച്ച് അതിന്റെ പരിക്കും വാങ്ങി ജീവിക്കാം ദുനിയാവിലും പരലോകത്തും. എന്താ ഇസ്ലാം പറഞ്ഞത്? കൃത്യമായി മറച്ചു പോണം. അത് എവിടെ നിന്ന് കിട്ടണം? വീട്ടിൽ നിന്ന് കിട്ടണം. അകത്തെന്ത് ധരിക്കണം, പുറത്തെന്ത് ധരിക്കണം, ഫോണിൽ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് കേട്ടുകൂടാ, എന്ത് കണ്ടുകൂടാ, വീട്ടിൽ നിന്ന് അല്ലെ എങ്ങനെ സംസാരിക്കണം. ബാപ്പ എങ്ങനെ സംസാരിക്കല്? ഫോണില് നുണ പറയും, ചീത്ത പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എന്റെ ബാപ്പ ഫോൺ വിളിക്കുമ്പോ ഞാൻ മെല്ലെ പതിയെ സംസാരിച്ച് ഫോൺ ചെയ്തപ്പോ, നിങ്ങൾ ഫോൺ വിളിച്ചതിന്റെ ഇടയ്ക്ക് ചാർന്ന് എന്റെ ബാപ്പ ഫോൺ വിളിച്ച നാട്ടുകാരൊക്കെ കേൾക്കും പറ. മാത്രമല്ല മൂപ്പര് തൊള്ളി തോന്നിയൊക്കെ വിളിച്ചു പറയും. കുട്ടി നിഷ്കളങ്കമായി പറഞ്ഞു പോവാണ്. സുഹൃത്തുക്കളെ, നമ്മൾ എങ്ങനെയാണ് ഓരോ രംഗത്ത് ദേഷ്യം പിടിക്കുമ്പോ ബാപ്പ എങ്ങനെ, ഉമ്മ എങ്ങനെ, അത് കുട്ടികൾ ഒബ്സർവ് ചെയ്യും. മനസ്സിലായില്ലേ? ഒരു ആണിനോടെങ്ങനെ, ഒരു പെണ്ണിനോടെങ്ങനെ, ഒരു അന്യനോടെങ്ങനെ, ഒരു കുടുംബക്കാരനോടെങ്ങനെ, ഇതെല്ലാം നോക്കും. അപ്പൊ എല്ലാ ചിട്ടകളും അദബുകളും എവിടുന്ന് പഠിക്കണം? വീട്ടിൽ നിന്ന് പഠിക്കണം. അത് പഠിപ്പിക്കാനുള്ള അവസരങ്ങളിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കണം. ഹിഫ്ദ് പഠിപ്പിക്കണം. ഹിഫ്ദ് ഹാഫിലിങ്ങളുടെ മാതാപിതാക്കൾക്ക് കിരീടം ചാർത്തപ്പെടും, പരലോകത്ത് കോട്ട് ധരിപ്പിക്കപ്പെടും, പ്രത്യേക അംഗീകാരം കിട്ടും. ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് എന്റെ ഉമ്മാക്കുപ്പാക്കും കൂലിട്ടും. അവരിതുവരെ പ്രസംഗിച്ചിട്ടില്ല. നമ്മുടെ മക്കൾ ദീനിന്റെ വഴിയിലുണ്ടോ? അവർ നടത്തുന്ന എല്ലാ തരത്തിലുള്ള മുന്നേറ്റത്തിനും നമുക്ക് കൂലി കിട്ടും. അത് നമുക്ക് വലിയൊരു അസറാണ്. നമ്മുടെ വീടൊക്കെ ചിലപ്പോൾ പൊളിച്ചു പോവും, നമ്മുടെ ബിസിനസ് ഒക്കെ ചിലപ്പോൾ പൊളിഞ്ഞു പോവും. പക്ഷെ ദീനുള്ള ഒരു മകനുണ്ടോ? ഓൻ സമൂഹത്തിന്റെ മുന്നിൽ നടക്കുന്നുണ്ടോ? അവനെ കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും ഹൈറുണ്ടോ? അവൻ ദീനിനെ സംരക്ഷിക്കുന്നവനാണോ? അതിനേക്കാൾ വലിയ ബെനിഫിറ്റ് നമുക്ക് വേറല്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന്, ഇണകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ദീന് പഠിപ്പിച്ചു കൊടുക്കണം, നന്മ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ദീന് കേൾക്കാനുള്ള അവസരം വേണം. ദീന് വായിക്കാൻ പറ്റിയ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വേണം. കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കാം. മൊബൈൽ തന്നെ വരുന്ന ആൾക്കാരല്ലേ, പോലെ എന്താ ചെയ്യേണ്ടത്? കുട്ടികളെ കൊണ്ടിട്ട് ഒരു ലൈബ്രറിക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റാളിൽ പോവാ, ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോവാ. അവിടെ പോയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയത്, വായിക്കാൻ പറ്റിയത്, മനസ്സിലാക്കാൻ പറ്റിയത്, അറിയാൻ പറ്റിയത്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കഥകൾ, അങ്ങനെ നല്ല ബുക്കുകൾ, ലക്ഷ്യമുള്ള കൃത്യമായ ലക്ഷ്യത്തിൽ രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവരാം. നമ്മുടെ വീട്ടിൽ നല്ല ലൈബ്രറി വേണം. പണ്ഡിതന്മാർ പറയണേ, അതിൽ തഫ്സീർ വേണം, അഖീദ, അതിൽ വിശ്വാസത്തിന്റെ ബുക്കുകൾ വേണം, കർമ്മത്തിന്റെ ബുക്കുകൾ വേണം, ഹദീസിന്റെ ബുക്കുകൾ വേണം, ചരിത്രത്തിന്റെ ബുക്കുകൾ വേണം. അങ്ങനെ വീട്ടിലൊരു നല്ലൊരു ലൈബ്രറി, ഇസ്ലാമികമായ ലൈബ്രറി വേണം. ഓഡിയോ ബുക്കുകൾ വേണം, പ്രഭാഷണങ്ങൾ കേൾക്കാൻ പറ്റണം, വീഡിയോകൾ അല്ലെ, നല്ല വീഡിയോകൾ കാണാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടാകണം. സിനിമയും സീരിയലുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഫോണിൽ പിന്നെ കോമഡി കണ്ടിരിക്കാന്നല്ല, പിന്നെന്താണ് നല്ല നല്ല വീഡിയോകൾ കേൾക്കാൻ പറ്റിയ, കാണാൻ പറ്റിയ, അറിയാൻ പറ്റിയ, പഠിക്കാൻ പറ്റിയ ഒരുപാട് പ്രഭാഷണങ്ങൾ, മറ്റു കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ നിങ്ങൾ, നമ്മൾ എല്ലുമുറി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കും, മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് എട്ടങ്ങാറാവും, പോലെ ഫീസ് അടക്കും, പോലെ മറ്റു കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവർ പഠിക്കുന്നുണ്ടാവില്ല. ഒരു സ്കൂളിലേക്ക് പോകുന്നത് കഞ്ചാവ് ഉപയോഗിക്കാനാണ്, MDMA ഉപയോഗിക്കാനാണ്, കണ്ണ് കണ്ടവന്റെ കൂടെ അലഞ്ഞു നടക്കാനാണ്. നാളെ ഒന്നിനും മാത്രം പ്രായമാകുമ്പോ മരിക്കോളം നമ്മക്ക് കരയാനുള്ള തീക്കനൽ നമ്മുടെ നെഞ്ചകത്തേക്ക് കോരി ഒഴിച്ചിട്ട് ഓരിറങ്ങിപ്പോവും. ചില്ലറ കാര്യമല്ലത്, മനസ്സിലല്ലേ? സ്വന്തം മകള് നല്ല ദീനുള്ള ഒരു ചെക്കൻ വേണമെന്നും കാത്തു നടന്ന വാപ്പാനോട് മകള് ഗൾഫിൽ നിന്ന് വിളിച്ചു പറയാ, എന്ത്, ഞാനൊരു നോൺ മുസ്ലിമായ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലമായി, ഞാൻ അവന്റെ കൂടെയാണ്. ഇതിനേക്കാൾ വലിയ ദുഃഖം ഇനി വരാണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീന് പഠിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിൽ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുട്ടികളുടെ മുമ്പിൽ മാതൃകയാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിൽ അധർമ്മങ്ങൾ ഉണ്ടാകരുത്. വീട്ടില് നമ്മൾ തിന്നാൻ കൊടുക്കണം, ഹലാലാകണം. എന്തെങ്കിലും തിന്നാൻ കൊടുക്കാന്നല്ല, ഹലാലായത് തിന്നണം, ഹലാലായത് കുടിക്കണം, ഹലാലായത് ധരിക്കണം, ഹലാലായത് മാത്രം ആസ്വദിക്കണം. ഇല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ബർക്കത്ത് പോകും. അവിടെ തിന്നുന്നത് ഹറാമാകരുത്. ഹറാമ് തിന്നാൽ
പ്രശ്നമാണ്. അതാ പണ്ഡിതന്മാർ പറയാണ്, ഹറാം തിന്നാൻ കൊടുത്ത് വളർത്തിയ മക്കള്, ആ മക്കൾ നമുക്കൊരു ഭാരമാകും. മനസ്സിലായില്ലേ? ഹലാല് തിന്ന് ജീവിക്കണം മക്കള്, അധ്വാനിച്ച് പോറ്റണം കുട്ടികളെ. പലിശക്കല്ല, കള്ളക്കടത്തിലൂടെയല്ല, പൂഴ്ത്തിവെപ്പിലൂടെയല്ല, മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടല്ല. മനസ്സിലായില്ലേ? ചിലപ്പോ തിരക്ക് പിടിച്ചിട്ട്, എനിക്ക് ഇപ്പൊ ഒരു അനുഭവം ഉണ്ടായി. സാധനം വാങ്ങിയിട്ട് ക്യാഷ് കൊടുക്കുമ്പോൾ ഒരു തിരക്ക് പിടിച്ചിട്ട്, നിങ്ങൾക്ക് ഇത്രയല്ല എണ്ണീട്ട് പൈസ തന്നു. ഞാൻ എണ്ണി നോക്കുമ്പോൾ 10 രൂപ കൂടുതൽ. ഓൽക്കൊക്കെ എത്ര പൈസ ലാഭം ഉണ്ടാവുമെന്ന് വേണേ നമുക്ക് പോവാ. പക്ഷേ ഞമ്മക്ക് അർഹതപ്പെട്ടല്ല, മൂപ്പര പൈസയാണത്. 10 റുപ്യാണെങ്കിലും 1 റുപ്യാണെങ്കിലും 2 റുപ്യാണെങ്കിലും അല്ലേ, അത് അവരുടെ അവകാശമാണ്, അത് അവർക്ക് കൊടുത്തോളണം. ചില കടക്കാർ പറയും, നിങ്ങൾ ഇതിൽ വരുമ്പോ തന്നാ മതി, ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പോവും. കടമാണത്, വരുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തറിയോ, നമ്മളെ മേത്തേക്ക് കടമാക്കി പോരുത്. 5 റുപ്യ അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ 10 റുപ്യ കൊടുക്കുക. ഇനി അതിൽ വരുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് തന്നാ മതി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളെ മേത്തേക്ക് കടമാക്കരുത്. കാരണം ആ കടം വീട്ടാൻ നമ്മൾ മറക്കും. നമ്മളെ നാടും നഗരമൊന്നും അല്ലെങ്കിലോ തീരെ നമ്മൾ അറിയില്ല. ഇനി ആളുകളെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കിയാലോ, മയ്യത്ത് വെച്ചിട്ട് ആൾക്കാരെന്താ പറയാ, ഈ മയ്യത്തിന്റെ കടം മകൻ ഏറ്റെടുത്തിരിക്കുന്നു, വന്നിട്ട് വാങ്ങിപ്പോണം എന്ന് പറയും. പറ്റിച്ചതോ, പൂഴ്ത്തിവെച്ചതോ, കബളിപ്പിച്ചതോ, പലിശ വാങ്ങിയതോ, അനിസ്ലാമികമായ വരുമാനം നേടിയതോ അതൊന്നും അവിടെ പറയില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ പരലോകത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ നന്മക്ക് വേണ്ടി കുറേ ഉണ്ടാവണ്ട. നമുക്ക് ജീവിക്കാനുള്ളത് മതി. പിന്നെന്താ, നിങ്ങള് ബേജാറ് വേണ്ട. ഒരു 500 റുപ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ ബേജാറ്. സുഹൃത്തെ, 500 റുപ്യ എന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളത് പഠിച്ചോ തന്നോ? സേ അൽഹംദുലില്ലാ. സാധനം വാങ്ങാൻ കാശ് കിട്ടിയോ? അൽഹംദുലില്ലാ പറ. പൈസ എന്തിനുള്ളതാ? നമുക്ക് ജീവിക്കാനുള്ളതാ, അല്ലെ? നമുക്ക് ജീവിക്കാനുള്ളത്, നമ്മുടെ മക്കളെ പോറ്റാനുള്ളത്, നമുക്ക് ചികിത്സിക്കാനുള്ളതാ. രോഗം വന്നിട്ട് ചികിത്സിക്കാതെ പൈസ ചെലവാകുന്നും പറഞ്ഞിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ആൾക്കാരാകരുത് നമ്മള്. പണം എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിക്കാനുള്ളതാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും ഭക്ഷണം കഴിക്കാൻ, ഇസ്രാഫില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ളതാ. മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കാനുള്ളതാ. നമുക്ക് ഹജ്ജിനും ഉംറക്കും ഉള്ളതാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പള്ളിയോ, ഒരു പള്ളിയുടെ പാതിയോ അല്ലെങ്കിൽ അതിന്റെ പാതിയോ എങ്കിലും നിർമ്മിക്കാനുള്ള, അതിനുവേണ്ടി നമ്മൾ കാശുണ്ടാക്കണം. ഇത് കാശ് കുറച്ചുണ്ടാവുമ്പോൾ തരങ്ങള് ചെലവാക്കാൻ ഭയങ്കര പേടി, ബേജാറ്. എന്നിട്ട് ഉണ്ടായാലും ഇങ്ങനെ പേടിച്ച് ജീവിക്കണ കുറെ മനുഷ്യന്മാരുണ്ട്. അങ്ങനെ വേണ്ട. തൃപ്തിപ്പെട്ട് ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. ഭാര്യ വല്ലതും ചോദിക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നു വേണ്ട. മക്കളെ ഓട്ടോക്ക് കൊടുക്കാനായിരിക്കും, ഫീസ് അടക്കാനായിരിക്കും, അല്ലെ മറ്റേതെങ്കിലും കാര്യത്തിനായിരിക്കും, ഗ്യാസിന് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ മീന് വാങ്ങാനായിരിക്കും. ഇത് അവൾക്ക് തിന്നാളല്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ അവരെ റാഗ് ചെയ്യണ്ട. അവള് ജോലിക്ക് പോണില്ല, നമ്മളവളെ ജോലിക്ക് വിടുന്നില്ല. അവൾക്കുള്ള വിഹിതം നമ്മൾ കൊടുക്കണം. അവൾക്ക് മാത്രമായിട്ട് എന്നാ ധനക്കുള്ളതാണ്. ഒരു ചില്ലറ കാശെങ്കിലും മാസത്തിൽ അവൾക്ക് ധനക്കുള്ളതാ. നമ്മുടെ കയ്യിൽ നമ്മളെ കാശില്ലേ, അല്ലേ? അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് ചായ കുടിക്കാൻ കാശില്ല നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. നമ്മൾ ഭാര്യനോട് ചോദിക്കണ്ടോ, എടി ഞാൻ ചായ കുടിക്കട്ടെ, ഇനിയിപ്പോ 50 റുപ്യ എന്നാ പറയുന്നത്, എന്താ എന്റെ അഭിപ്രായം ചോദിക്കണ്ടോ? ഇല്ല, നമ്മുടെ കാശാണ്. ഇന്ന് അവൾക്കായിട്ടൊരു കാശുണ്ടോ? അത് നമ്മൾ കൊടുക്കണം. ഒരു സമ്മാനമായിട്ട് അവൾക്ക് കൊടുക്കണം. ബാധ്യതയൊന്നല്ല കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരി പോയിട്ട് എനിക്കിന്റെ പൈസ പറയണ്ട. ബാധ്യത എന്നല്ല, കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കണം. വീട്ടു ചെലവുകൾ നമ്മൾ നിർവഹിച്ചു പോകണം. അധ്വാനിച്ച് ജീവിക്കണം. കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന അധ്വാനമാണ്, പരിശ്രമമാണ് ഏറ്റവും നല്ലതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ വൃത്തിയായി ചെയ്യണം. ഭാര്യ ഭർത്താവ്, ആ ബന്ധം അള്ളാഹു വലിയ ബന്ധമാക്കിയിട്ടാ വെച്ചത്. വലിയ കരാറാണത്, വലിയ അമാനത്താണത്. ദീനും നോക്കണം, ദുനിയാവും നോക്കണം, സംസാരം നോക്കണം, ഇടപെടലും നോക്കണം. പരസ്പരം സന്തോഷിപ്പിക്കണം, പരസ്പരം സുഖിപ്പിക്കണം, പരസ്പരം കളിപ്പിക്കണം, പരസ്പരം ഫീലിംഗ് ടച്ച് ചെയ്യണം, പരസ്പരം സാന്ത്വനമാകണം, സമാധാനമാകണം, ശാന്തി നിറക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. സ്നേഹം വാക്കിലൂടെ വരണം, മെസ്സേജിലൂടെ പോണം, പ്രവർത്തനത്തിലൂടെ കാണണം. വയസ്സൊരു പ്രശ്നമല്ല. 60 70 വയസ്സ് കഴിഞ്ഞ ഭാര്യ, 80 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് സ്ട്രോക്ക് ബാധിച്ച് കിടക്കുക. ഡോക്ടർമാർ പറഞ്ഞു പ്രതീക്ഷല്ല. ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദ് നമ്മളെ പ്രതീക്ഷ പടച്ചോനിലാണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്ക്, അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. എന്നിട്ട് ആ ഉമ്മ എന്നോട് പറഞ്ഞു കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവരെന്നോട് പറഞ്ഞെന്തറിയോ, ഇദ്ദേഹം എണീറ്റ് നടക്കണമെന്നൊന്നുമില്ല, സംസാരിക്കണം എന്നില്ല, പക്ഷെ ജീവനോടെ കൂടെ ഉണ്ടായ മതി.
വയസ്സ് 70 കഴിഞ്ഞിട്ടും സ്വന്തം ഭർത്താവിനോടുള്ള ആ സ്നേഹം ആലോചിക്കി സുഹൃത്തുക്കളെ. കുറച്ചു കാലം നമ്മൾ ജീവിക്കുള്ളൂ. അത് ഇജ്ജാണോ വലുത്, ഞാനാണോ വലുത്, അങ്ങോട്ട് കൂട്ടി അടികൂടി തീർക്കാനുള്ളതാണോ? ഉള്ള നിമിഷങ്ങൾ സന്തോഷകരമാക്കുക, പരസ്പരം അങ്ങോട്ടും കൂടി സന്തോഷിപ്പിക്കാൻ നോക്കുക. ഓളെ പറ്റൂല, അത് അന്നെ പറ്റാത്തോണ്ടാ അല്ല, ഓളെ പറ്റാത്തോണ്ടല്ല, മൂപ്പരെ പറ്റൂല, മൂപ്പരെ പറ്റായിട്ടല്ല, അന്നെ പറ്റായിട്ടാണ്. മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരും ഒരേ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഒരുപോലെ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദീനും ദുനിയാവും സന്തോഷകരമാവും. എന്താ നബി നിങ്ങൾ ആ കറുത്ത പെണ്ണ്, ആ മോണ വീർത്ത പല്ലുന്തിയ ഖദീജനെ കുറിച്ച് ഇങ്ങനെ പറയാൻ മാത്രം എന്താണ് ആയിഷ ബീവി ചോദിക്കുക നബിനോട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. എന്റെ ഖദീജ, അവളാണ് എന്നെ സംരക്ഷിച്ചത്, അവളിൽ നിന്നാണ് എനിക്ക് മക്കൾ ഉണ്ടായത്. ഖദീജ എന്ന് കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉള്ളിൽ നിന്ന് ആ ഫീല്, ആ ഹുബ്ബ് അതിങ്ങനെ നിർഗളിക്കുകയാണ്. ആയിഷ ബീവിക്ക് വേണ്ടില്ലേ തോന്നും. ഏത് മിണ്ടാന്നാണെങ്കിൽ ഇത്രയും പറയില്ലേനല്ലോ തോന്നിപ്പോ. കാരണം അത്രയും സ്നേഹവും ബഹുമാനവുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയോട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുറച്ചു കാലം ജീവിക്കണത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം. നമ്മൾ സ്വസ്ഥമായി സന്തോഷത്തോടെ ജീവിക്കണത് കുട്ടികൾ കണ്ടു വളരട്ടെ. അപ്പൊ അവർക്ക് നല്ല ബുദ്ധിയും നല്ല ശേഷിയും നല്ല തിരിച്ചറിവൊക്കെ ഉണ്ടാവും. ഓല് നാളെ പ്രായമാകുമ്പോ തന്നെ പറയും എനിക്കും വേണം കല്യാണം എന്ന് പറയും. ഇപ്പൊ ഓല് കാണുന്ന എന്താ, അടിമുത്തും വക്കാണല്ലേ. അത് മാറണം. അവരെ മുന്നിൽ വെച്ച് നമ്മൾ കലഹിക്കരുത്. അവരെ മുന്നിൽ വെച്ച് നമ്മൾ രണ്ടഭിപ്രായം ഉണ്ടാകരുത്. അവരെ മുമ്പിൽ വെച്ച് ഉമ്മ ബാപ്പനെ ഇൻസൾട്ട് ചെയ്യുക, ബാപ്പ ഉമ്മനെ ഇൻസൾട്ട് ചെയ്യുക, അതുണ്ടാകാൻ പാടില്ല. പിന്നെ പിടിച്ചു വെക്കണം, ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഇഷ്ടമുള്ളത് എടുത്തു പറയണം, ഇഷ്ടമില്ലാത്തത് നമ്മൾ അതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. മനുഷ്യന്മാരാണ്, എല്ലാവരും തികഞ്ഞ ആൾക്കാരൊന്നുമില്ല, കുറവുകൾ ഉണ്ടാവും എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഭാര്യ ഭർത്തൃബന്ധം ഏറ്റവും നല്ല നിലക്ക് കൊണ്ടുപോവുക. മക്കളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ പോസിറ്റീവ്സ് കാണുക. നമ്മളെ കുട്ടികളല്ലേ, വേറെ ആരും കുട്ടികളല്ലല്ലോ. അപ്പൊ ഞമ്മക്കുള്ള ക്വാളിറ്റീസും ഞമ്മക്കുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഞമ്മക്കുള്ള കുറവുകളൊക്കെ കുട്ടികളിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ കുട്ടികളിൽ കുറവുകളും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, അവരങ്ങോട്ട് ഒഴിവാക്കണ്ട. ഓനെ പറ്റൂല, ഓനെ ഒഴിവാക്കി വേണ്ട അല്ലെ. 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ ഒഴിവാക്കണം. നമ്മള് നാട്ടിലെ ചെക്കന്മാരൊക്കെ അലഞ്ഞു നടക്കുക, കണ്ണ് കണ്ട ചെക്കന്മാരെ കയ്യും പിടിച്ചിട്ട് ബീച്ചിലൂടെ അലഞ്ഞു നടക്കുന്ന മക്കൾക്ക് ഒന്നിനും മാത്രം തണ്ടും തടിയുമുള്ള പിതാക്കന്മാരുണ്ട്. ഒറ്റ വീശി പാറിപ്പോളൂ. പക്ഷെ എവിടുന്നാണ് ഓൾക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത്? ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ബാപ്പമാരും ഉമ്മമാരും മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കണം. അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, ഓർക്ക് വേണ്ടി ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കണം, ഓരോ കൂടെ കുറച്ചേരം ഇരിക്കണം. വലിയ തിരക്കുള്ള ആളെ കാലം ഓവർ തിരക്കുടിച്ചാൽ പറയുന്നത് പിന്നെ ലീവ് എടുക്കേണ്ടി വരും. ഇവനെ കൗൺസിലിങ്ങിന് ഉണ്ടാനും ഡി അഡിക്ഷനും ഉണ്ടാനും ഓനെ കോടതി കൊണ്ടാനും പിന്നെ റൂമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരാനൊക്കെ സമയം ഉണ്ടാവുള്ളൂ. അതിന് നിൽക്കണ്ട. തിരക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, കുറക്കുക, കൺട്രോൾ ചെയ്യുക. മക്കളെ സന്തോഷകരമായ ഹലാലായ കാര്യങ്ങൾക്ക് അനുവദിക്കുക. ഹറാമായ കാര്യങ്ങൾ സ്നേഹത്തോടെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. മോളെ, ഈ ഡ്രസ്സ് 1 അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, 2 നബി ഹറാമാക്കിയതാണ്, 3 ഇത് നിനക്ക് സുരക്ഷയല്ല, 4 എന്റെ ബോഡി അത് പ്രദർശിപ്പിക്കണം എന്ന മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ തിരിച്ചറിയുക, അന്ന് മുതൽക്ക് നമ്മൾ മറ്റാരുടെയോ ചട്ടകമാണ്, ആരുടെയോ തലച്ചോറ് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോ സമൂഹത്തിൽ പ്രചരിക്കുന്ന ട്രെൻഡുകളുടെ അടിമയായി ഞാനും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സിംറ്റമാണ് ഈ മുടി, സിംറ്റമാണ് ഈ ചപ്പൽ, സിംറ്റമാണ് ഈ ഡ്രസ്സ് എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. ഹൈറും ഷെറും എന്തെന്ന് കൃത്യമായിട്ട് വകതിരിച്ച് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ സുഹൃത്തുക്കളെ നമ്മൾ തയ്യാറാണ്. എന്താ പറയുക, 50 റുപ്യ മദ്രസയിൽ വരിസംഖ്യ കൊടുക്കുക, ഇവിടുന്ന് ഓല് പഠിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഓലതല്ലോ, നമ്മളതല്ലേ. ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് അവർക്ക് ദീനിയായ തിരിച്ചറിവ് കൊടുക്കുക, അവരെ കൂട്ടുകാരാണെന്ന് നോക്കുക, ഓരോ ബുക്കും ബാഗും ഒക്കെ നോക്കുക, ഓരോ സ്കൂളിലുള്ള കൾച്ചർ എങ്ങനെ നോക്കുക, ടീച്ചേഴ്സിനുള്ള പെരുമാറ്റം എങ്ങനെയാ നോക്കുക, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് നോക്കുക, അവർ കളിക്കുമ്പോൾ നമ്മൾ മാറി നിന്ന് അവരുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നോക്കുക, വല്ല ദുശീലങ്ങളും പറയുന്നുണ്ടോ, വല്ല ദുശീലങ്ങളും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക. കണ്ടു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാന്നല്ല, സ്നേഹത്തോടെ നല്ല അവസരങ്ങൾ നോക്കിയിട്ട് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാറാത്തൊരു കുട്ടികളുമില്ല. അതുകൊണ്ട് എല്ലാ രംഗത്തും, ഡ്രസ്സിന്റെ കാര്യത്തിലും അവരുടെ മറ്റു പെരുമാറ്റത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു പിന്നെ ഗൈഡൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുക. ദീനിന്റെ മാർഗത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാവുക. മക്കളുണ്ടാകുക, ഉമ്മ ഉണ്ടാകുക, വാപ്പ ഉണ്ടാകുക, ആൺമക്കളുണ്ടാകുക, പെൺകുട്ടികളുണ്ടാകുക, എല്ലാവരും ഈ ദീനിന്റെ ഭാഗമാവുക.
പിതാക്കന്മാർ മാതൃഘടകത്തിന്റെ ഭാഗമാവുക, യുവാക്കൾ യൂത്ത് ഘടകമാവുക, സ്റ്റുഡൻസ് വിങ് ആവുക, ഗേൾസ് വിങ് ആവുക, വിമൻസ് വിങ് ആവുക. അങ്ങനെ എല്ലാവരും ഈ ഒരു ദഅ്വാ രംഗത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയി ദീനിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടാകും. മമ്പാട് മണ്ഡലത്തിന്റെ സ്റ്റുഡൻസ് ട്രഷറർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ആയിരക്കണക്കിന് ആൾക്കാർ സന്ദർശിച്ചു. അവിടെ നൂറുകണക്കിന് മനുഷ്യന്മാർ അവരുടെ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്തു. വെറും 17 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ മനുഷ്യന്മാരും മയ്യത്ത് നിസ്കരിക്കാൻ വന്നു. എന്തേ കാരണം? അതൊരു വെറും കുട്ടിയല്ല, അത് പ്രബോധകനായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ദീന് പഠിച്ച് ദീനി ദഅ്വാ രംഗത്ത് സ്റ്റുഡൻസിന്റെ ലോകത്ത് അധർമ്മങ്ങൾ വർദ്ധിക്കുമ്പോ പിന്നെ കവർച്ചയും പ്രണയവും കള്ളക്കടത്തും ലഹരിയും ഇതൊക്കെ വ്യാപിക്കുമ്പോ ട്രെൻഡുകളുടെ പിന്നാലെ ഒഴുകുമ്പോ അല്ല, അസ്തിത്വമുള്ള തന്റെ ഇടമുള്ള ദീനുള്ള അടിത്തറയുള്ള ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ തന്റെ ഇടമുള്ള ഒരുപറ്റം യുവാക്കൾ, ഒരുപറ്റം വിദ്യാർത്ഥികൾ, ഒരുപറ്റം വിദ്യാർത്ഥിനികൾ ഇവിടെയുണ്ട്. ഞങ്ങൾ മാറുമറയ്ക്കും, ഞങ്ങൾ തലമറയ്ക്കും, ഞങ്ങൾ ഇസ്ലാമികമായ വേഷം ധരിക്കും, ഞങ്ങൾ താടി വളർത്തും, ഞങ്ങൾ നെരിയാണിക്ക് മുകളിൽ പാന്റ് ധരിക്കും. നിങ്ങൾക്ക് കണ്ടത് കൂട്ടാം. ഇത് ഞങ്ങളുടെ ആദർശമാണ്. ഈ ആദർശം സ്വീകരിച്ച് ജീവിക്കാൻ ഈ രാജ്യം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശം ഉൾക്കൊണ്ടുകൊണ്ട്, അവകാശത്തെ അട്ടിമറിച്ചുകൊണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ മതത്തിന്റെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇവിടുത്തെ ലിബറലിസ്റ്റുകളും എത്തിസ്റ്റുകളും പരിശ്രമിക്കുമ്പോൾ അതിന് 2 കൈയും കാലും വെച്ചുകൊടുത്ത് അടിമകളാകാതെ തന്റെ ഇടമുള്ള ആദർശബോധമുള്ളവരായി മാറാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. കൂടുതൽ പഠിക്കുക, പഠിക്കുന്നത് ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞ ഒരുപാട് ആളുകൾ, ഇവിടെ ഇരിക്കേണ്ടിയിരുന്ന ആളുകൾ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും അള്ളാഹു ഈ ലോകത്തും നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന ഈ സ്വാതന്ത്ര്യം, ഈ ജനാധിപത്യം, ഈ ഐക്യം, ഈ സാഹോദര്യം, ഈ മതേതരത്വം പടച്ചറബ് നിലനിർത്തി തരുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ അധികാരം ജനാധിപത്യത്തിന്റെ സംരക്ഷകർക്ക്, കാവലാളുകൾക്ക് പടച്ചറബ് തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം പ്രയാസപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ആക്രമിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന നിരവധി ആളുകൾ, അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യം നൽകുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. അവരുടെ മണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദാനമായി നൽകുമാറാവട്ടെ. മനുഷ്യരെ കൊല്ലാകൊല ചെയ്യുന്ന, മനുഷ്യരെ ആക്രമിച്ചും കൊലപ്പെടുത്തിയും അതിരുകൾ മാറ്റി സ്ഥാപിച്ചും അവരുടെ സാമ്പത്തിക ലാഭം കൊതിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ വിസ്തൃതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന നരനായാട്ടിനെ പടച്ചറബ് ചെറുത്തു തോൽപ്പിക്കുമാറാവട്ടെ. ഇസ്രായേലും അമേരിക്കയും അവർക്ക് കുടപിടിക്കുന്ന ലോകത്തെ വൻകിട രാഷ്ട്രങ്ങൾക്കും പടച്ചറബ് അർഹമായ തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തുടനീളം അല്ലാഹു സമാധാന അന്തരീക്ഷം നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഇൽമും ഈമാനും തഖ്വയും നൽകുമാറാവട്ടെ. വിലപ്പെട്ട സമയം ഇവിടെ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ദീനിയായ കാര്യങ്ങൾ സംസാരിച്ചു. പടച്ചറബ് നമുക്കും നമ്മുടെ കുടുംബത്തിനും ദീനിയായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി